പഴയ കാലത്ത് ഭഗവതി വടക്കോട്ട് തിരിഞ്ഞിരുന്നു. പക്ഷേ ആ ഭഗവതിക്കുള്ളൊരു രൗദ്രഭാവം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണു മിഴിക്കും. അപ്പോൾ ഈ കണ്ണു മിഴിക്കുമ്പോൾ തീയ, അപ്പോൾ ആ ഭാഗം മുഴുവൻ അങ്ങനെ പോവുക. കുന്നിക്കും കുറയാതെ കുന്നിനു കുശമ്പേറും കുജമ്പേറിടും കുന്നിന്നന്തിനി കുന്തബാണനു കുലക്കേസൊന്നു പാസായതിൽ ഒന്നാം സാക്ഷിണി ആയ നീ കനിവിഴും വണ്ണം കടക്കണ്ണെടുത്തൊന്നേൽ പെരുമാറണേ പെരുവനത്തപ്പൻ്റെ തൃപ്പെൺകൊടി. നമസ്കാരം. നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിലെ പെരുവന മഹാദേവ ക്ഷേത്രത്തിന് മുൻപിലാണ് നിൽക്കുന്നത്. ഒരുപാട് പ്രാധാന്യവും പ്രത്യേകതകളൊക്കെയുള്ള ഒരു ക്ഷേത്രമാണിത്. കേരളത്തിലെ പഴയകാല പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണിത്. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിലെ പഴയ 32 ഗ്രാമങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രാമങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു പെരുവനം ഗ്രാമം. താളമേളങ്ങളുടെയും വാദ്യകലകളുടെയും വേദത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ നാട് എന്നാണ് പെരുവനത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ. കേരളത്തിൽ ഇന്ന് കാണുന്ന ആനയെഴുന്നള്ളത്തുകളും പൂരവും മറ്റുള്ള വാദ്യമേളങ്ങളും ഒക്കെ പിറവിയെടുത്തത് ഈ ഒരു മണ്ണിലായിരുന്നു. ഇപ്പോൾ ഈയിടെയാണ് ഇവിടുത്തെ പൂരം കഴിഞ്ഞത്. ഏതാണ്ട് 1443 വർഷങ്ങൾക്ക് മുൻപാണ് ഈ പെരുവനത്ത് പൂരം തുടങ്ങിയെന്നാണ് സങ്കല്പം. അതിനെ കുറിക്കുന്ന ഒരു കലിസംഖ്യ നമ്മുടെ ക്ഷേത്രത്തിനുള്ളിലായിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു വർഷം കഴിഞ്ഞത് 1444 പൂരമാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തെ ബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ ഈ ഒരു പെരുവന മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. പെരുവനം കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ 1000 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പുണ്യഭൂമി. ഇത് വെറുമൊരു ക്ഷേത്രം മാത്രമല്ല, കാലത്തെ തോൽപ്പിച്ച ഒരു വിസ്മയമാണ്. കേരളത്തിലെ 32 നമ്പൂതിരി ഗ്രാമങ്ങളിൽ അഗ്രഗണ്യമായിരുന്ന വേദത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വാദ്യകലകളുടെയും ഗ്രാമം. ഈ മണ്ണിൽ ചവിട്ടുമ്പോൾ നമ്മൾ അറിയേണ്ടത് വെറുമൊരു ക്ഷേത്രചരിത്രം മാത്രമല്ല, മറിച്ച് ഈ ദേശത്തിൻ്റെ ആത്മാവിനെയാണ്. ഈ മതിൽക്കെട്ടിനുള്ളിലെ ഓരോ ശിലകളിലും കോറിയിട്ടിരിക്കുന്ന ലിഖിതങ്ങൾക്ക് പറയാനുള്ളത് നൂറ്റാണ്ടുകളുടെ അതിജീവനത്തിൻ്റെ കഥയാണ്. ഭൂപടം നോക്കി നമ്മൾ കേരളത്തിൻ്റെ കൃത്യം മധ്യഭാഗം തിരഞ്ഞാൽ വന്നെത്തുന്നത് തൃശ്ശൂരിലെ ഈ മനോഹരമായ പ്രദേശത്താണ്. ഇതാണ് പെരുവനം ഗ്രാമം. ഭൂമിശാസ്ത്രപരമായി കേരളത്തിൻ്റെ ഹൃദയമിടിപ്പ് നിലകൊള്ളുന്ന ഈ മണ്ണിലാണ് വാസ്തുവിദ്യാ വിസ്മയമായ പെരുവനം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള അതിപുരാതനമായൊരു ക്ഷേത്രമാണിത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിൽ ഏത് ക്ഷേത്രത്തിലാണെന്നറിയാമോ? പെരുവന മഹാദേവ ക്ഷേത്രത്തിലെ 3 നിലകളിലായി 120 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മാടത്തിലപ്പൻ്റെ ശ്രീകോവിലിനാണ് ഈ ബഹുമതിയുള്ളത്. ഇതൊരു വാസ്തുവിദ്യാ വിസ്മയം മാത്രമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നാടിൻ്റെ പ്രൗഢിയുടെ അടയാളം തന്നെയാണ്. ഇരട്ടയപ്പനും മാടത്തിലപ്പനും അങ്ങനെ ഒരേ ചുറ്റമ്പലത്തിൽ 2 പ്രധാന മഹാദേവ പ്രതിഷ്ഠകളാണിവിടെ. പുരാതന കേരളത്തിലെ 108 മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പെരുവനം ഗ്രാമത്തിൻ്റെ പരദേവതയും ഗ്രാമദേവനുമായ ഇരട്ടയപ്പനും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മാടത്തലപ്പൻ്റെ ശ്രീകോവിലും 1400 വർഷത്തോളം പഴക്കമുള്ള പൂരപ്പെരുമയും പേരില്ലാ മരവുമൊക്കെ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന പെരുവനം ക്ഷേത്രം നിർമ്മിച്ചത് ദേവന്മാരാണെന്നാണ് വിശ്വാസം. ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശമാണ് പഴയ കേരളം. കേരളോൽപ്പത്തിക്ക് ശേഷം പരശുരാമൻ ഈ പ്രദേശത്തെ 64 ഗ്രാമങ്ങളാക്കി തിരിച്ചു. ഇതിലെ 32 ഗ്രാമങ്ങൾ ഇന്ന് തുളുനാട്ടിലാണ്. തെക്കുള്ളവയിൽ ചിലത് തമിഴ്നാട്ടിലുമാണ്. ബാക്കിയുള്ളത് മാത്രമാണ് ഇന്നത്തെ കേരളം. ഈ 64 ഗ്രാമങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗ്രാമങ്ങളായിരുന്നു പെരുവനം, ശുഗപുരം, പന്നിയൂർ എന്നിവ. ഇതിൽ തന്നെ പെരുവനമായിരുന്നു ആ കാലത്ത് 1ാം സ്ഥാനത്ത് നിന്നിരുന്നത്. 4 ശാസ്താക്കന്മാരാണ് ഈ ഗ്രാമത്തിൻ്റെ 4 അതിർത്തികളും സംരക്ഷിച്ചു പോരുന്നത്. തെക്ക് കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഊഴത്ത് അയ്യപ്പൻകാവ്, പടിഞ്ഞാറ് തൃപ്രയാറിനടുത്തുള്ള ഇടത്തുരുത്തി അയ്യപ്പൻകാവ്, വടക്ക് വടക്കാഞ്ചേരിക്കടുത്തുള്ള അകമല ശാസ്താവ്, കിഴക്ക് കുതിരാൻമല ശാസ്താവും. ഇവയ്ക്കിടയിലുള്ള ഭൂപ്രദേശമാണ് പെരുവനം ഗ്രാമം.
അതായത് ഇന്നത്തെ തൃശ്ശൂർ ജില്ല മുഴുവനായി ഉൾപ്പെട്ട ഭൂവിഭാഗമാണ് പെരുവനം ഗ്രാമം. ഐതിഹ്യമനുസരിച്ച് പൂരു മഹർഷി തപസ് ചെയ്ത വലിയ വനമായിരുന്നു ഇവിടം. കാലക്രമേണ ഇവിടം പെരുവനം എന്നറിയപ്പെടുകയും ചെയ്തു. കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെയും ഉത്ഭവം പെരുവനം ഗ്രാമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള പ്രാചീന ശിലാശാസനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥകളിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. ക്ഷേത്രത്തിൻ്റെ പഴക്കം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിട്ടുമില്ല. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ AD 9-ാം നൂറ്റാണ്ട് മുതൽ ഈ ക്ഷേത്രം ഇവിടെ നിലനിന്നിരുന്നുവെന്നാണ് പറയുന്നത്. ഇരട്ടയപ്പൻ്റെയും മാടത്തലപ്പൻ്റെയും വിഗ്രഹങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് എന്നാണെന്ന് ആർക്കും അറിയില്ല. ക്ഷേത്രത്തിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്ന വിശദമായൊരു ദേവപ്രശ്നത്തിൽ ക്ഷേത്രത്തിലെ ദേവസാന്നിധ്യങ്ങൾക്ക് 3500 വർഷത്തിലധികം പഴക്കം കാണുകയും മിക്കവാറും കലിയുഗാരംഭത്തിൽ തന്നെ ഇരട്ടയപ്പൻ്റെ സാന്നിധ്യം ഇന്ന് കാണുന്ന ഭാഗത്തുണ്ടായിട്ടുണ്ടാവാം എന്ന് പറഞ്ഞ് അവർ തുടർന്ന് ചിന്തിക്കാൻ വിസമ്മതിക്കുകയുമാണുണ്ടായത്. ഈ ക്ഷേത്രത്തിലെ അറിയപ്പെടുന്ന ചരിത്രങ്ങൾക്കും അപ്പുറം ഐതിഹ്യങ്ങളെയും പഴയ കഥകളെയുമൊക്കെ ആശ്രയിക്കാനേ മാർഗമുള്ളൂ. പൂരങ്ങളുടെ മാതാവ് എന്നൊക്കെ പെരുവനം പൂരത്തെ വിശേഷിപ്പിക്കാം. കേരളത്തിലെ ഏറ്റവും പുരാതനമായ പെരുവനം പൂരം AD 583 ആരംഭിച്ചതാണെന്ന് ഇവിടെ നിന്ന് ലഭിച്ച ശിലാലിഖിതങ്ങൾ വ്യക്തമാക്കുന്നു. മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ആഘോഷങ്ങളിൽ ഒന്നായിരുന്നു ഇത്. 2026 ഈ വർഷം നടന്നത് 1444ാമത് പൂരമാണെന്നാണ് കണക്കാക്കുന്നത്. പൂരത്തിൻ്റെ അന്ന് നടക്കുന്ന 18 ദേവതമാർ സംഗമിക്കുന്ന ഗംഭീരമായ ആനയെഴുന്നള്ളത്തും നടവഴിയിലെ പഞ്ചാരിമേളവുമൊക്കെ ലോകപ്രശസ്തമാണ്. പഞ്ചാരിമേളത്തിൻ്റെ ഈറ്റില്ലം എന്നാണ് പെരുവനത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ. പഞ്ചാരിമേളത്തിൻ്റെ ഉത്ഭവം പെരുവനം ക്ഷേത്രത്തിൻ്റെ നടവഴിയിലായിരുന്നു എന്നതാണ് ഇതിന് കാരണം. പൂരം എന്ന മഹോത്സവം പെരുവനം ലോകത്തിന് നൽകിയ മഹത്തായ ഒരു സംഭാവനയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനമായ കൂത്തമ്പലങ്ങളിലൊന്ന് ഇവിടെയാണ്. കേരളത്തിൽ നിന്ന് മന്ത്രാംഗം കൂത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഏക ക്ഷേത്രമായും പെരുവനം അറിയപ്പെടുന്നു. തിരുവിതാംകൂറിനും കൊച്ചിക്കും സാമൂതിരിക്കും സ്വന്തമായിരുന്ന ഒരേ ഒരു ക്ഷേത്രമേ കേരളത്തിലുള്ളൂ. അതും പെരുവനമാണ്. ചിറ്റൂർമന, അവണാവുമന, കുറുവട്ടവണാവുമന എന്നിങ്ങനെ 3 ഇല്ലക്കാരായിരുന്നു പെരുവനം ക്ഷേത്രത്തിൻ്റെ ഊരാൺമക്കാർ. കുന്നത്തൂർ പടിഞ്ഞാറേടത്ത് മനയ്ക്കാണ് താന്ത്രികാവകാശം. രാജഭരണത്തിന് ശേഷം ക്ഷേത്രഭരണം പൂർണ്ണമായും കൊച്ചി ദേവസ്വം ബോർഡാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഇവിടെ ചില അധികാരങ്ങളുണ്ട്. അതുപോലെ ക്ഷേത്ര സംരക്ഷണം പുരാവസ്തു വകുപ്പിൻ്റെ ചുമതലയിലുമാണ്. തൃശ്ശൂർ നഗരത്തിൽ നിന്നും 12 കിലോമീറ്റർ അകലെയായി ചേർപ്പ് പഞ്ചായത്തിലെ തായംകുളങ്ങര എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ പെരുവന മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നുമാണിത്. പെരുവനത്തെ മാറ്റി നിർത്തി കേരള ചരിത്രം രചിക്കുവാൻ സാധ്യമല്ല. പടിഞ്ഞാറോട്ടാണ് ക്ഷേത്ര ദർശനം. 10 ഏക്കറിനടുത്ത് വരുന്ന വിശാലമായൊരു ക്ഷേത്രമതിലകം. പ്രധാന റോഡിൽ നിന്നും കഷ്ടിച്ച് ഒരു 200 മീറ്റർ നാട്ടുവഴിയിലൂടെ നടന്നാൽ പടിഞ്ഞാറേ ഗോപുരനടയിലേക്കെത്താം. ആദ്യമായി പെരുവനം ക്ഷേത്രമുറ്റത്തേക്ക് കാലുകുത്തുന്ന ഒരാൾക്കുണ്ടാകുന്ന വികാരം വാക്കുകൾക്കും അതീതമാണ്. ക്ഷേത്രമതിൽക്കകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ കണ്ണുകൾ ഉടക്കുന്നത് തെക്കുവശത്തെ മാടത്തലപ്പൻ്റെ ശ്രീകോവിലിൻ്റെ ആ കൂറ്റൻ രൂപമായിരിക്കും. സാധാരണ ക്ഷേത്ര ശ്രീകോവിലുകളിൽ നിന്നും വ്യത്യസ്തമായി 3 നിലകളിലായി 120 അടിയോളം ഉയരമുള്ള ദാരുശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ ആ കൂറ്റൻ നിർമ്മിതി കാണുമ്പോൾ ഇതെങ്ങനെ ആ കാലത്ത് നിർമ്മിച്ചു എന്ന അത്ഭുതമാകും. കേരളീയ വാസ്തുവിദ്യയുടെ ഔന്നത്യം ഇവിടെ നമുക്ക് നേരിട്ട് അനുഭവിക്കാം. ക്ഷേത്രമതിൽക്കകത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ നമ്മളൊരു പുതിയ ലോകത്തേക്ക് എത്തിയതുപോലെയാണ് തോന്നുക. കാലം പോലും നിശ്ചലമായ ഒരവസ്ഥ. ഇവിടെ വിരിച്ചിട്ട മണൽത്തരികൾക്ക് പോലും നൂറ്റാണ്ടുകളുടെ പഴമ പറയാനുണ്ടാവും. ആ മണൽപ്പരപ്പിലൂടെ നടക്കുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് മതിൽക്കകത്ത് അവിടെവിടെയായി തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ പേരാൽ വൃക്ഷങ്ങളും അരയാൽ വൃക്ഷങ്ങളും, അവയുടെ ഇലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം ആ വലിയ മതിൽക്കെട്ടിനുള്ളിൽ ഒരു പ്രത്യേക പ്രഭാവലയം തീർക്കുന്നു. ചുറ്റുമുള്ള മരങ്ങളിൽ നിന്നുള്ള പക്ഷികളുടെ കളകൂജനവും ദൂരെ മാടത്തലപ്പൻ ശ്രീകോവിലിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീശുന്ന കാറ്റും മനസ്സിനെ പെട്ടെന്ന് ശാന്തമാക്കും. ആ വലിയ ആനപ്പള്ള മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ എത്ര ചെറുതാണെന്നും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എത്ര മഹത്തരമാണെന്നും നമുക്ക് തോന്നിപ്പോവും. മരത്തണലിലെ തണുപ്പും കരിങ്കൽ തൂണുകളിലെ കൊത്തുപണികളും വായുവിൽ അലിഞ്ഞു ചേർന്ന ചന്ദനത്തിരിയുടെയും നെയ്വിളക്കിൻ്റെയും ഗന്ധവും അതൊരു വെറും കാഴ്ചയല്ല, ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒരു അനുഭവമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഏതോ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മാന്ത്രിക ലോകമാണ് പെരുവനം. മതിൽക്കകത്ത് 3 നടകളിലും ചെറിയ ഗോപുരങ്ങളുണ്ട്. കിഴക്കേ നടയിൽ പക്ഷേ ഗോപുരത്തിൻ്റെ തറ മാത്രമേ ഉള്ളൂ. പണ്ട് 4 ഭാഗങ്ങളിലും
തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പോലെയൊക്കെ കൂറ്റൻ ഗോപുരങ്ങളുണ്ടായിരുന്നു അത്രേ. ഏതോ ഒരു കാലത്ത് ഊരാളന്മാരുടെ കിടമത്സരം മൂലം പെരുവനം ഗ്രാമത്തിലെ നമ്പൂതിരിമാർ ചേരിതിരിഞ്ഞ് വലിയൊരു ലഹള തന്നെ ഇവിടെ ഉണ്ടായി അത്രേ. ആ വഴക്കിനിടയിൽ വലിയ ആനപ്പള്ളമതിലും ഊട്ടുപുരകളും 4 ഗോപുരങ്ങളുമൊക്കെ തകർന്നു. അതല്ല, പടയോട്ടകാലത്താവാം ഇത് സംഭവിച്ചത് എന്നും ഒരു പക്ഷമുണ്ട്. പിൽക്കാലത്ത് നിർമ്മിച്ചതാണ് ഇപ്പോൾ കാണപ്പെടുന്ന 3 ചെറിയ ഗോപുരങ്ങൾ. പൂരക്കാലത്തെ എഴുന്നള്ളിപ്പിൻ്റെയും മറ്റും സൗകര്യങ്ങൾ കണക്കാക്കിയാണത്രേ കിഴക്ക് ഭാഗത്ത് ഗോപുരം നിർമ്മിക്കാതിരുന്നത്. ഇവിടെ ബലിക്കൽപുരയോ ധ്വജപ്രതിഷ്ഠയോ കൊടിയേറി ഉത്സവമോ ഒന്നും തന്നെ ഇല്ല. മുൻഭാഗത്ത് തെക്ക് വശത്തും വടക്ക് വശത്തും പുരാതനമായ 2 വലിയ ബലിക്കൽ പ്രതിഷ്ഠകളുണ്ട്. വടക്ക് പടിഞ്ഞാറേ മൂലയിലായി ഒരു കൂത്തമ്പലവും കാണാം. കൂത്തമ്പലമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. വടക്ക് ഭാഗത്തായി ഗോശാലകൃഷ്ണൻ്റെ ഒരു പ്രതിഷ്ഠയുമുണ്ട്. ചുറ്റമ്പലത്തിൻ്റെ ഭാഗമായി 11 വരി വിളക്കുകളോടുകൂടിയ വിളക്കുമാടവും കാണാം. ക്ഷേത്രത്തിനകത്തേക്ക് ചെന്നാൽ അത്ഭുതകരമായ വാസ്തുവിദ്യയോടുകൂടിയ 2 ശ്രീകോവിലുകളിലായി ഇരട്ടയപ്പനും മാടത്തിലപ്പനും കുടികൊള്ളുന്നു. പ്രധാന മൂർത്തിയായ മഹാദേവൻ്റെ 2 ഭാവത്തിലുള്ള പ്രതിഷ്ഠകളാണിവിടെ. പടിഞ്ഞാറോട്ടാണ് ക്ഷേത്ര ദർശനം. ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിലാണ് ഗ്രാമാധിപൻ കൂടിയായ ഇരട്ടയപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിശിഷ്ടങ്ങളായ കൊത്തുപണികളും ഒരു വശത്തായി ചുമർചിത്രങ്ങളും കാണാം. ശ്രീകോവിലിന് മുൻപിലായി മനോഹരങ്ങളായ ദാരുശില്പങ്ങളുള്ള വലിയ ഒരു നമസ്കാര മണ്ഡപമുണ്ട്. മണ്ഡപത്തിനുള്ളിൽ ഭഗവാനെ നോക്കിക്കൊണ്ട് ആജ്ഞാനുവൃത്തിയായി നന്ദികേശൻ തലയുയർത്തി കിടക്കുന്നു. ഇവിടെ 2 ശിവലിംഗങ്ങളായാണ് പ്രതിഷ്ഠ. അതുകൊണ്ടാണ് ഇരട്ടയപ്പൻ എന്ന പേരുണ്ടായത്. വലതുവശത്ത് വലുതും ഇടതുവശത്ത് ചെറുതുമായ ശിവലിംഗങ്ങളാണ്. തെക്കുവശത്തായി ഗണപതി ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠകൾ. പുറകുവശത്തേക്ക് ചെന്നാൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ പാർവതീദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ബഹുവേരമായുള്ള പ്രതിഷ്ഠയാണ്. പുറകിൽ വലിയൊരു ദാരുവിഗ്രഹവും മുൻപിലായി അർച്ചനാബിംബവും കാണാം. ബഹുവേര സമ്പ്രദായത്തിലുള്ള പാർവതീദേവിയുടെ പ്രതിഷ്ഠയും അപൂർവമാണ്. ചുറ്റമ്പലത്തിനുള്ളിൽ തെക്ക് ഭാഗത്തായിട്ടാണ് മാടത്തലപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പേര് പോലെ തന്നെ വളരെ ഉയരത്തിലുള്ള ശ്രീകോവിലാണ് മാടത്തലപ്പൻ കുടികൊള്ളുന്നതും. 100 അടിയിലേറെ ഉയരമുണ്ട് ഈ ശ്രീകോവിലിന്. പടിഞ്ഞാറോട്ട് തന്നെയാണ് ദർശനവും. 3 നിലകളിലായിട്ടാണ് ഈ ശ്രീകോവിലിൻ്റെ നിർമ്മാണം. 1ഉം 2ഉം നിലകൾ ചതുരാകൃതിയിലും 3ാമത്തേത് അഷ്ടഭുജാകൃതിയിലും നിർമ്മിച്ചിരിക്കുന്നു. ആദ്യത്തെ നില ഓടുമേഞ്ഞതും 2ഉം 3 നിലകൾ ചെമ്പുമേഞ്ഞതുമാണ്. മുകളിലത്തെ താഴേക്കുടത്തിന് തന്നെ ഏതാണ്ട് 6 അടിയോളം ഉയരം വരും. തറനിരപ്പിൽ നിന്നും 30 അടിയോളം ഉയരത്തിലാണ് പ്രതിഷ്ഠ. ശ്രീകോവിലിലേക്ക് കയറുന്നതിനായി താഴെ നിന്നും ഇരുവശങ്ങളിലായി 7 പടികൾ വീതവും അവ സംഗമിക്കുന്നിടത്തു നിന്നും നേരെ മുകളിലേക്ക് 15 പടികളുമുണ്ട്. മുകളിലത്തെ നിലയുടെ 3 വശങ്ങളിലായി മേൽക്കൂരയ്ക്ക് താഴെ മഹാവിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് എന്നീ ദേവന്മാരുടെ ശില്പങ്ങളും കാണാം. ഇവിടെ ഭഗവാൻ ഇത്രയും ഉയരത്തിലായി കുടികൊള്ളുന്നതിന് പുറകിലും വലിയൊരു ഐതിഹ്യമുണ്ട്. പെരുവനം പെരിയ വനമായിരുന്നുവെന്നും പൂരു മഹർഷി ഇവിടെ തപസ് ചെയ്തിരുന്നുവെന്നുമുള്ള ഐതിഹ്യം ആദ്യം പറഞ്ഞല്ലോ. ബദ്രീനാഥിൽ നിന്നും തനിക്ക് ലഭിച്ച വിശിഷ്ടമായ ശിവലിംഗവുമായി ഈ പ്രദേശത്തെത്തിയ പൂരു മഹർഷി തനിക്ക് തപസ് ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമാണിതെന്ന് മനസ്സിലാക്കുകയും ഇവിടെ തപസ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. കയ്യിലുള്ള ദിവ്യവിഗ്രഹം വെറും തറയിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ആ വിഗ്രഹം ഇവിടെയുള്ള ഒരു വലിയ വൃക്ഷത്തിന് മുകളിൽ വെച്ചാണ് അദ്ദേഹം സ്നാനത്തിനായി പോയത്. മടങ്ങി വന്ന് വിഗ്രഹം എടുക്കാനായി നോക്കിയപ്പോൾ ആ ശിവലിംഗം എടുക്കാൻ പറ്റാത്ത വിധം അവിടെ ഉറച്ചു പോയതായി കാണുകയും അതുകൊണ്ട് തന്നെ വൃക്ഷത്തിന് മുകളിൽ ഒരു മാടം നിർമ്മിച്ച് അവിടെ ഇരുന്ന് ഭഗവാനെ പൂജിക്കുകയുമായിരുന്നു എന്നാണ് ഐതിഹ്യം. പൂരു മഹർഷിയെ പടിഞ്ഞാറേ നാലമ്പലത്തിൽ തെക്കേ അറ്റത്തായി പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന പെരുവനം ക്ഷേത്രം നിർമ്മിച്ചത് ദേവന്മാരാണെന്നാണ് വിശ്വാസം. ക്ഷേത്ര നിർമ്മാണ കാലത്ത് ബാക്കിയായി മണ്ണ് നിക്ഷേപിച്ച സ്ഥലമാണത്രേ അടുത്തുള്ള പാറളം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അയ്യുന്ന് അഥവാ ഐക്കുന്ന്. 5 കുന്നുകൾ നിരന്നു നിൽക്കുന്ന മനോഹരമായൊരു പ്രദേശമാണിവിടം. പെരുവനം ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്ന ഒരു ഘടകക്ഷേത്രമായ അയ്യുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രം ഇതിലൊരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കുന്നിൻ മുകളിൽ നിന്നാൽ തൃശ്ശൂർ പട്ടണം മുഴുവനായും കാണാം. സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷം നടന്ന സമരങ്ങളിലും അടിയന്തരാവസ്ഥ കാലത്തുമൊക്കെ ചില രാഷ്ട്രീയ നേതാക്കളുടെ ഒളിത്താവളമായിരുന്നു അത്രേ ഈ അയ്യുന്ന് താഴ്വരകൾ. ബദ്രീനാഥിൽ നിന്ന് കൊണ്ടുവന്ന ദിവ്യമായ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നാലമ്പലത്തിൻ്റെ വടക്കു പടിഞ്ഞാറായി മറ്റൊരു ഗണപതി പ്രതിഷ്ഠ കൂടിയുണ്ട്. കൂടാതെ വടക്കേ നാലമ്പലത്തിൽ തെക്കോട്ട് ദർശനമായി ഒരു രക്തേശ്വരിയുടെയും മണികണ്ഠൻ്റെയും പ്രതിഷ്ഠ കൂടി കാണാം. 2 ശ്രീകോവിലുകളുടെയും ഇടയിലായി ഒരു വലിയ കരിങ്കൽ മണ്ഡപം കൂടി ഇവിടെ പ്രത്യേകമായുണ്ട്.
പഴയ കാലത്തെ ഭണ്ഡാരം സൂക്ഷിപ്പ് സ്ഥലമായിരുന്നു അത്ര ഇത്. സ്വർണത്തിലുള്ള ആനച്ചമയങ്ങൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു. ടിപ്പുവിൻ്റെ പടയോട്ടകാലത്താണ് ഇത് നശിപ്പിക്കപ്പെടുന്നത്. സ്വർണ്ണ ഉരുപ്പടികളെല്ലാം അന്ന് നഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല, കൊല്ലവർഷം 952 ആണ്ടിൽ, അതായത് AD 1777 ഹൈദരുടെ ആക്രമണത്തെക്കുറിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഗ്രന്ഥവരിയിലും ചില പരാമർശങ്ങൾ കാണാം. പെരുവനത്തെ ഇരട്ടേപ്പൻ്റെ ബിംബം രണ്ടും തച്ചു മുറിച്ചിട്ടിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ടിപ്പുവിൻ്റെ പടയോട്ടകാലത്തുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ശേഷം കോഴിക്കോട് സാമൂതിരിയുടെ ഭരണം 8 വർഷത്തോളം നടന്ന കാലത്താണ് ഇവിടെ ജീർണോദ്ധാരണം നടന്നതെന്നും കരുതപ്പെടുന്നു. ഇത് വ്യക്തമാക്കുന്ന ഒരു ശിലാലിഖിതം 2 ശ്രീകോവിലുകളുടെയും ഇടയിലായുള്ള കരിങ്കൽ ഭണ്ഡാരത്തിൻ്റെ തറയുടെ വടക്ക് ഭാഗത്തായി കാണാം. ശൈലാബ്ധീശ്വര സോദരോ നരപതി എന്നാരംഭിക്കുന്ന ഈ ശ്ലോകമനുസരിച്ച് കൊല്ലവർഷം 933, അതായത് AD 1758 ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണം നടന്നതായി കരുതാം. ഈ ശ്ലോകത്തിലെ ശൈലാബ്ധീശ്വരൻ എന്നുദ്ദേശിച്ചിരിക്കുന്നത് സാമൂതിരിയെയാണ്. ശൈലാബ്ധീശ്വര സോദരൻ എന്നാൽ സാമൂതിരിയുടെ സഹോദരനായ ഏറാൾപ്പാടാണ്. നരപതി ധർമാവന എന്നാൽ ധർമ്മിഷ്ഠനായ രാജാവ്. അടുത്ത വാക്കായ ലോലധി കലിസംഖ്യയെ സൂചിപ്പിക്കുന്നതാണ്. പഴയകാലത്തെ കടപയാതി സമ്പ്രദായമനുസരിച്ച് ലോലധി എന്ന പദം കലിസംഖ്യയിലേക്ക് വരുമ്പോൾ ഈ വാക്കിൽ 2 ലായും 1 ധായുമാണ് വരുന്നത്. ലായുടെ കലിസംഖ്യ എന്ന് പറയുന്നത് 3 അതുപോലെ ധായുടേത് 9. ഇതിനെ നമ്മൾ സംഖ്യാക്രമത്തിലേക്ക് എഴുതുമ്പോൾ ലാ 3 ലാ 3 ധാ 9 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ തിരിക്കണം. അങ്കാനാം വാമതോ ഗതി എന്ന നിയമമനുസരിച്ച് കിട്ടുന്ന സംഖ്യയെല്ലാം ഇടത്തു നിന്ന് വലത്തോട്ട് തിരിച്ചെഴുതണം. അപ്പോൾ 933 എന്ന് കിട്ടും. ലോലധി കൊളംബേഗത ഏവ ഭൂസുരവരൈ. കൊളംബം എന്നാൽ കൊല്ലം എന്നാണ് അർത്ഥം. കൊല്ലവർഷം 933 കഴിഞ്ഞ് ബ്രാഹ്മണ ശ്രേഷ്ഠർ പൂർണേ മഹാകാനനെ ജീർണം മാടമഹേശ മന്ദിരപരം, പെരുവനത്തെ മാടമഹേശൻ്റെ ജീർണിച്ച ക്ഷേത്രത്തെ നവ്യംചകാരാത്മന, അതായത് നവീകരിച്ചു. സ്വർഗാരോഹണ കർമ്മനിർമ്മിത മഹാസോപാനമത്യുന്നതം, സ്വർഗത്തിലേക്കുള്ള പടവുകൾ പോലെ അതിശയിപ്പിക്കുന്ന അത്രയും ഉയരത്തിലുള്ള സോപാനത്തോടു കൂടിയ ശ്രീകോവിൽ നിർമ്മിച്ചു. ചുരുക്കി പറഞ്ഞാൽ സാമൂതിരിയുടെ സഹോദരനായ ഏറാൾപ്പാട് കൊല്ലവർഷം 933 കഴിഞ്ഞ് പെരുവനത്ത് മാടത്തലപ്പൻ്റെ ക്ഷേത്ര നവീകരണം കഴിച്ചു എന്നർത്ഥം. ഇത്തരം ലിഖിതങ്ങളിലെ വരികൾ വെറുമൊരു സ്തുതി മാത്രമല്ല, മറിച്ച് ഗണിതശാസ്ത്രപരമായ ഒരു മഹാരഹസ്യം കൂടിയാണ്. അക്ഷരങ്ങളിൽ അക്കങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്ന പൂർവികരുടെ ഒരു മഹാവിദ്യ തന്നെയാണിത്. ഈ കടപയാതി സമ്പ്രദായത്തെപ്പറ്റി വിശദമായൊരു വീഡിയോ തന്നെ തീർച്ചയായും ഒരിക്കൽ ചെയ്യാം. വളരെ രസകരമായ ഒരു വിഷയമാണത്. 7 ഏക്കറോളം വിശാലമായി പരന്നു കിടക്കുന്ന ക്ഷേത്രമതിലകം. പെരുവനമെന്ന പേരിനെ അന്വർത്ഥമാക്കും വിധം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂറ്റം വൃക്ഷങ്ങളാണ്. കൂടുതലും അരയാലാണ്. ഇലഞ്ഞയും പേരാലും ചെമ്പകവും എല്ലാമുണ്ട്. പിന്നെ ഇക്കൂട്ടത്തിൽ ഒരു പേരില്ലാമരവും കാണാം. പ്രദക്ഷിണ വഴിയുടെ തെക്ക് കിഴക്കേ മൂലയിൽ നിൽക്കുന്ന ഈ മഹാവൃക്ഷത്തിൻ്റെ ജാതിയും പേരും ഇന്നും അജ്ഞാതമാണ്. ഈ മഹാവൃക്ഷത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പാരം കീർത്തി പെരുത്ത പൂരു വിപിന ക്ഷേത്രത്തിൽ വൃക്ഷേശനായി എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം തന്നെയുണ്ട്. മതിൽക്കകത്ത് കിണറുകളില്ല എന്നതും ഒരു അത്ഭുതമാണ്. മതിൽക്കകം മുഴുവനും ഭഗവാന്റെ ജട ചിതറി കിടക്കുകയാണത്രേ. അതിനാൽ കിണർ പാടില്ല എന്നാണ് ഐതിഹ്യം. മതിൽക്ക് പുറത്തായി ഒരിക്കലും വറ്റാത്ത 3 കിണറുകളുണ്ട്. കിഴക്കേ നടവഴിയുടെ അറ്റത്താണ് ക്ഷേത്രകുളം. ഇത് തൊടുകുളം എന്നാണ് അറിയപ്പെടുന്നത്. പൂരു മഹർഷിയുമായി ബന്ധപ്പെട്ടും ഈ കുളത്തിന് ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. ഈ കുളത്തിൻ്റെ കരയിൽ കുളങ്ങരത്തേവർ എന്ന പേരിൽ ഒരു ശിവക്ഷേത്രവും കാണാം. തൊടുകുളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി പെരുവനം ചിറയും പാടവുമാണുള്ളത്. പാടത്തിൻ്റെ കിഴക്ക് വശത്തായി നറുകുളങ്ങര ബലരാമക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഗ്രാമീണ ഭംഗി വേണ്ടുവോളം നിറഞ്ഞ ഒരു സ്ഥലമാണിത്. പൂരത്തിനെത്തുന്ന ദേവിമാരുടെ ആറാട്ട് നടക്കുന്നതും ഈ തൊടുകുളത്തിലാണ്. ഈ മണ്ഡപത്തിലാണ് ദേവിമാരെ ആറാട്ടിനായി എഴുന്നള്ളിച്ചിരുത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ മേക്കാവ് എന്ന പേരിൽ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. തട്ടകം കാക്കുന്ന ദേവിയാണിത്. ബഹുവേര സമ്പ്രദായത്തിൽ 6 അടിയോളം വലിപ്പമുള്ള ദാരുവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂരെയൊക്കെ പോലെ തന്നെ അഭൗമമായ തേജസ്സുള്ള വിഗ്രഹമാണിത്. പണ്ടുകാലത്ത് ഈ ദേവിയുടെ പ്രതിഷ്ഠ വടക്കോട്ടായിരുന്നു അത്രേ. അക്കാലത്ത് ദേവിയുടെ ഉഗ്ര തേജസ് മൂലം വടക്കു ഭാഗങ്ങളിൽ അഗ്നിബാധ സ്ഥിരമായതുകൊണ്ടാണ് പിതാവായ ഇരട്ടേപ്പന് നേരെ
കിഴക്ക് ഭാഗത്തേക്ക് തിരിച്ച് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത്. പണ്ട് കാലത്തെ വടക്കേ വാതിലിന്റെ ലക്ഷണങ്ങൾ ഇന്നും മതിൽക്കകത്തായി കാണാം. മേക്കാവിൽ ഭഗവതിയുടെ പ്രാധാന്യം എന്താ ബന്ധം പെരുവനത്തപ്പനുമായിട്ട്? അച്ഛനും മോളും. അതായത് പഴയ കാലത്ത്, നമുക്കൊന്നും അറിയാത്തൊരു കാലത്ത്, മേക്കാവ് ഭഗവതി വടക്കോട്ടായിരുന്നു തിരിഞ്ഞിരുന്നത്. ആ നടപ്പളുണ്ട്, അതിൻ്റെ ഉള്ളിലത്തെ നടപ്പളുണ്ട്, തുറപ്പില്ലാന്നുള്ളൂ. പഴയ കാലത്ത് ഭഗവതി വടക്കോട്ട് തിരിഞ്ഞിരുന്നു. പക്ഷേ ആ ഭഗവതിക്കുള്ളൊരു രൗദ്രഭാവം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണു മിഴിക്കും. അപ്പോൾ ഈ കണ്ണു മിഴിക്കുമ്പോൾ തീയ. അപ്പോൾ ആ ഭാഗം മുഴുവൻ അങ്ങനെ പോവുക. അപ്പം അന്നത്തെ ഭട്ടതിരിമാർ, അതായത് വലിയ കുന്നത്തൂർ പടിഞ്ഞാറത്ത് അന്നത്തെ ഈ നമ്മൾക്ക് കാണുമ്പോൾ നാരായണ പട്ടേരിയാണ് ഓർമ്മ. അദ്ദേഹത്തിനേക്കാളും മുമ്പുള്ള കാലഘട്ടത്തിലുള്ള ഭട്ടതിരിമാർ പറഞ്ഞു ഇങ്ങനെ ഇതായപ്പോൾ ചിറ്റൂർമന അമ്പലമാണത്, മനക്കാരമ്പലം ഇപ്പോഴും. അപ്പോൾ അന്നത്തെ ഭട്ടതിരിമാർ പറഞ്ഞു നിൻ്റെ അഹംഭാവം ഇതോട് തീരണം. അങ്ങനെയാണ് നീ അച്ഛൻ്റെ മുമ്പിലേക്ക് തിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ആ ബിംബം എടുത്ത് തിരിച്ചു എന്നാണ് പറയണത്. അപ്പോൾ അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു, സോൾവ് ചെയ്തു. അല്ല, അവർക്കത് പറ്റൂലോ. ഇപ്പം നമ്മൾ പോയി തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ തിരിയുള്ളൂ. തീർച്ചയായിട്ടും അതാണ് ഒരു സങ്കല്പം. പിന്നെ നമ്മുടെ ഈ ഭാഗത്ത് പെരുവനം ഗ്രാമത്തിൽ എന്ന് പറഞ്ഞാൽ ഒക്കെ അടുത്തടുത്തുള്ള അമ്പലങ്ങളാണ്, ഒക്കെ പൂരമായിട്ട് ബന്ധപ്പെട്ടതാണ്. പൂരമായിട്ട് ബന്ധപ്പെടാത്തതെന്ന് പറയാൻ ഈ എന്നോട് ചിറ്റൂരുമനക്കലെ കുഞ്ചു തമ്പുരാൻ പക്ഷേ അവസാനത്തെ ആൾ ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ട് പറയാറുണ്ട്. ഞാനും ചെറുപ്പം അമ്പലത്തിൽ ജോലിയൊക്കെ ഉണ്ട് കേട്ടോ, 10-12 കൊല്ലം അവിടെ കടകൾ നോക്കിയിട്ടുണ്ട് അമ്മയുള്ള കാലത്ത്. ഇപ്പം പിന്നെ വേണ്ട ചെയ്യുക. മകീരം പുറപ്പാട് മുതൽ ഭഗവതി എപ്പോഴും പുറത്താണ്, ചെറുപ്പിൽ ഭഗവതി. അതിപ്പോൾ ഒരുവിധം ശാസ്ത്രജ്ഞന്മാരായാലും എല്ലാവരും പുറത്താണ്. എന്നുവെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് പറയെടുക്കുക, ആറാട്ട് നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. മേക്കാവിൽ എന്താ വെച്ചാൽ ചേർപ്പിൽ ഭഗവതി ഇങ്ങനെ കടന്നു വരികയുള്ളൂ, അവിടെ പ്രവേശനം വയ്ക്കില്ല. സ്ഥലം പറഞ്ഞല്ല, ചേർപ്പിൽ അമ്പലം പഴയകാലത്ത് ചിറ്റൂരുമനക്കാരായിരുന്നു, ഇപ്പോൾ നാട്ടുകാരാണ് നടത്തുന്ന. മേക്കാവിൽ അമ്പലം ഇപ്പോഴും ചിറ്റൂരുമന അമ്പലമാണ്, അതിൽ മാറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ അന്നത്തെ ആൾക്കാർ പിന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് ഭഗവതിമാർക്ക് വരാൻ പറ്റാത്തൊരു കാലം. പക്ഷേ നമ്മളിപ്പോൾ നടന്നു പോകണ വഴി അതെന്താ വെച്ചാൽ അവിടെ തോടായിരുന്നു, പക്ഷേ വെള്ളം കെട്ടി എപ്പോഴും നിൽക്കുമ്പോൾ. അപ്പോൾ അന്നത്തെ കാലത്തിനനുസരിച്ച് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ രണ്ടും ഒരു കൂട്ടർ അമ്പലമാണല്ലോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ വന്നു ഇപ്പോഴും തന്നെ അങ്ങനെ തന്നെയാണ് ചെയ്യണത്. പിന്നത്തെ ഒരു എന്താ വെച്ചാൽ പ്രദർശനം വയ്ക്കില്ല. ചേർപ്പിൽ ഭഗവതി പെരുമണത്ത് മേക്കാല് ഭഗവതി പ്രദർശനം വയ്ക്കില്ല. പക്ഷേ മേക്കാല് ഭഗവതി അങ്ങോട്ട് പോകേണ്ട വെച്ചാൽ അവിടെ പ്രദർശനം വയ്ക്കുകയും വേണം. അതെന്താണ് അതിൻ്റെ കഥ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിവിധി എന്നൊക്കെ പറയണില്ലേ, അങ്ങനെയാവാം, അത്ര നമുക്ക് ഉദ്ദേശമുള്ളൂ. അതാണ് ഈ മേക്കാവലമ്പലമായിട്ടുള്ളൊരു ബന്ധം. പിന്നെ താഴെ ഒരു തായംകുളങ്ങര സുബ്രഹ്മണ്യൻ അല്ല, ഈ തൊട്ട് താഴെ ഒരു ഇത് കാണുന്നുണ്ടല്ലോ, നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു 3 വിളക്ക് കൊളുത്തിയ ഒരു ഭാഗം ഈ തൊട്ട് താഴെ കാണും. ഊരിയാട്ട നായരാണ്, ഒരു നായർ കുടുംബമാണ്. പഴയ കാലത്ത് ഈ മേക്കാവലമ്പലത്തിലെ വെളിച്ചപ്പാടുണ്ടാവുമല്ലോ, ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പളതിനും വെളിച്ചപ്പാടുണ്ടാവുമല്ലോ. അവിടെ ഈ ഊരിയാട്ട് ഒരു നായരെ ആന കുത്തിക്കൊന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ എപ്പോഴായാലും എന്തെങ്കിലും ഒരു ചുവട് അങ്ങോട്ട് മാറിയിട്ട് എന്തെങ്കിലും ഒരു സങ്കല്പം ഉണ്ടാവും. അപ്പോൾ പഴയ വെളിച്ചപ്പാടന്മാരെ കുടിയിരുത്തുക എന്നാണ് പറയുക. അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. പിന്നെ ഭദ്രകാളിയാണ്. പിന്നെ ഈ നായരവിടെ ആന കുത്തിക്കൊന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാനേ പറ്റുള്ളൂ. അതാണ് അതിലത്തെ ഒരു വിഷയം പറയുന്നത്. അപ്പോൾ അവിടെ ഈ സാധാരണ ഈ വെളിച്ചപ്പാടന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യം. അത് ചില ഈ നായർ വീട്ടുകാർ അല്ലെങ്കിൽ താണുജാതിക്കാർ അവരൊക്കെ വന്നിട്ട് അങ്ങനെ കലശം നടത്തും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. വേറെ അപ്പം മട കള്ള് നീതിക്കുക അത്രേ ഉള്ളൂ. കേരളത്തിലെ നമ്പൂതിരിമാരെ പന്നിയൂർ കൂറുകാരെന്നും ശുഗപുരം കൂറുകാരെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ടെങ്കിലും ഈ 2 കൂട്ടർക്കും പരസ്പരം മത്സരങ്ങളും തർക്കവുമില്ലാത്ത ഏക സ്ഥാനവും പെരുവനമാണ്. മലയാളികളുടെ പൊതുസഭയായിരുന്ന തൃക്കണാമതിലകം യോഗവും മറ്റും ഈ പെരുവനം ഗ്രാമത്തിൻ്റെ സങ്കേതത്തിലാണ് നിന്നിരുന്നത്. എന്ന് മാത്രമല്ല, പെരുവനം ഗ്രാമക്കാരുടെ മേൽനോട്ടത്തിലുമാണ് നടന്നിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഗ്രാമത്തിൻ്റെ മാഹാത്മ്യം എത്രത്തോളമുണ്ട് എന്ന് ഊഹിക്കാമല്ലോ.
വൈദികന്മാർ, കർമ്മിമാർ, സ്മാർത്തന്മാർ, ആഢ്യന്മാർ എന്നിവരാൽ സ്വയം പര്യാപ്തമായിരുന്നു ഈ പെരുവനം ഗ്രാമം. ഈ ഗ്രാമവും ഗ്രാമക്ഷേത്രവും സ്ഥാപിച്ച കാലത്ത് ഈ സങ്കേതത്തിൽപ്പെട്ട മിക്ക ഭാഗങ്ങളും വലിയ വനമായിരുന്നതുകൊണ്ടാണ് ഇതിന് പെരുവനമെന്ന് പേര് കൊടുത്തിട്ടുള്ളത്. പെരുവനം ഗ്രാമത്തിലെ ചില നമ്പൂതിരി ഇല്ലങ്ങളുടെയും ദേശങ്ങളുടെയും അവസാനത്തിൽ കടന്നു വരുന്ന കാട് എന്ന ശബ്ദം, അതായത് കിരാങ്ങാട്, തൈക്കാട്, കപ്ലിങ്ങാട്, അന്തിക്കാട്, പട്ടിക്കാട് എന്നിങ്ങനെയുള്ള പേരുകൾ പെരുവനം പ്രദേശത്തിൻ്റെ ഭൂതകാല സവിശേഷതയെ സൂചിപ്പിക്കുന്നു. ഗ്രാമത്തിൻ്റെ 4 അതിർത്തികളിലും ശാസ്താവിന് ക്ഷേത്രങ്ങളുള്ളതിനും പുറമെ മധ്യഭാഗത്തായി പ്രധാനപ്പെട്ട തിരുവുള്ളക്കാവിൽ ശാസ്താവിൻ്റെ ക്ഷേത്രവും ഉൾപ്രദേശങ്ങളിൽ ചാത്തക്കുടം, മണിമംഗലം, ആറാട്ടുപുഴ മുതലായ അനേകം ശാസ്താക്ഷേത്രങ്ങളും കാണപ്പെടുന്നതുകൊണ്ട് മധ്യകേരളത്തിൽ അവയ്ക്കുള്ള പ്രാമാണ്യവും പ്രാധാന്യവും ഈ ഗ്രാമക്കാർ ശാസ്താവിനെ ഉപാസിക്കാനുള്ള കാരണവും അവരുടെ സങ്കേതസ്ഥലം വനപ്രദേശമായിരുന്നുകൊണ്ട് തന്നെയാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. വേദത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നാടാണ് പെരുവനം. ശ്രൗതം, സ്മാർത്തം, തന്ത്രം, ഗ്രഹഭരണം, രാജനീതി എന്നിവ പഠിപ്പിക്കുന്ന പാഠശാലകൾ പെരുവനം ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിലുണ്ടായിരുന്നു. പെരുവനത്തെ നമ്പൂതിരിമാരിൽ 70% ബൗദ്ധായന വിഭാഗത്തിൽപ്പെട്ട കൃഷ്ണ യജുർവേദികളാണ്. 29% ഋഗ്വേദികളും ശേഷിക്കുന്ന 1% സാമവേദികളുമാണ്. അതുപോലെ പെരുവനം, പെരിഞ്ചല്ലൂർ, കറുക്കാട്, ആലത്തൂർ, ശുഗപുരം, ഇരിങ്ങാലക്കുട ഗ്രാമങ്ങളിലെ നമ്പൂതിരിമാരാണ് യാഗാധികാരമുള്ളവർ. നേരത്തെ പന്നിയൂർ ഗ്രാമക്കാർക്കുമുണ്ടായിരുന്നു. വേദപഠനം നടത്തുന്ന ഇല്ലങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്നും സാമ്പത്തിക സഹായവും ചെയ്തിരുന്നു. ഇതിന് പഴുതി എന്നാണ് പറഞ്ഞിരുന്നത്. മേടത്തിലെ ഉത്രത്തിനാണ് ഈ തുക അവർക്ക് കൈമാറിയിരുന്നത്. ഗ്രാമത്തിൻ്റെ വലിപ്പം, ഇല്ലങ്ങളുടെ എണ്ണക്കൂടുതൽ, വേദപണ്ഡിതന്മാരുടെ പ്രശസ്തി, ക്ഷേത്രത്തിൻ്റെ ഗാംഭീര്യം, ഉത്സവത്തിൻ്റെ പെരുമ എന്നിങ്ങനെയുള്ള പ്രത്യേകതകളാണ് പെരുവനത്തെ മധ്യകേരളത്തിൽ പ്രശസ്തമാക്കിയത്. കുറുമാലിപ്പുഴ, മണലിപ്പുഴ എന്നിവ ചേർന്ന് രൂപം കൊണ്ട കരുവന്നൂർ പുഴയുടെ തടങ്ങളിലെ കാർഷികമായ സമ്പന്നതയും പെരുവനം ക്ഷേത്രത്തിന് ഭൗതികമായ അടിത്തറ നൽകി. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വാസുദേവ ഭട്ടതിരി, 14-ാം നൂറ്റാണ്ടിലെ മഴമംഗലം നമ്പൂതിരി, 18-ാം നൂറ്റാണ്ടിലെ അരൂർ അടിതിരി തുടങ്ങിയവരും പെരുവനത്തിന് സാംസ്കാരികമായ പ്രശസ്തി നൽകി. അതിവിസ്തൃതമായിരുന്നു മുൻകാലങ്ങളിൽ പെരുവനം ഗ്രാമം. വടക്ക് പന്നിയൂർ മുതൽ തെക്ക് പെരിയാർ വരെ വിസ്തൃതമായൊരു ഭൂപ്രദേശം. ചേർപ്പ്, ഒല്ലൂർ, കൊടകര, നാട്ടിക, മണലൂർ കൂടാതെ ഇന്നത്തെ ചാലക്കുടിയുടെയും ഇരിങ്ങാലക്കുടയുടെയും ഭാഗങ്ങൾ ഇവയൊക്കെ പഴയ പെരുവനം ഗ്രാമത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇരിങ്ങാലക്കുട, അവിട്ടത്തൂർ, തൃശ്ശിവപേരൂർ ഗ്രാമങ്ങൾ പെരുവനത്തെയാണ് മാതൃകയായി കണ്ടിരുന്നത് പോലും. പെരുവനം, പെരുമനം എന്നിങ്ങനെ 2 പേരുകൾ നാട്ടുവഴക്കത്തിലുണ്ടെങ്കിലും പെരുവനമാണ് ശരിയായ പേര്. പുരു കാന്താരനാഥൻ എന്നാണ് പെരുവനത്തപ്പനെ സംസ്കൃത രചനകളിൽ പരാമർശിക്കുന്നത്. കോകിലം, ചക്രവാകം, ഭൃംഗം, ചാതകം തുടങ്ങിയ സന്ദേശകാവ്യങ്ങളിൽ പുരുവനം പരാമർശിക്കപ്പെടുന്നുണ്ട്. ഐതിഹ്യമനുസരിച്ച് പുരു മഹർഷിയാണ് പെരുവനം ക്ഷേത്രത്തിൻ്റെ സ്ഥാപകൻ. കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ പെരുവനം ഗ്രാമം വെറുമൊരു പ്രദേശമല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു മഹാസങ്കേതമാണ്. പെരുവനത്തിൻ്റെ ചരിത്രം പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 1. പെരുമാക്കന്മാരുടെ കാലവും തളിയാതിരിമാരും. മഹോദയപുരം ആസ്ഥാനമാക്കി പെരുമാക്കന്മാർ കേരളം ഭരിച്ചിരുന്ന കാലത്ത് മറ്റു ഗ്രാമങ്ങളെപ്പോലെ തന്നെ പെരുവനം ഗ്രാമവും ഭരിച്ചിരുന്നത് യോഗാതിരിമാരായിരുന്നു. ഗ്രാമങ്ങളുടെയും സങ്കേതങ്ങളുടെയും അധികാരമുള്ള ബ്രാഹ്മണ സഭകൾ തിരഞ്ഞെടുക്കുന്ന യോഗ്യനായ ഒരു ബ്രാഹ്മണനെയാണ് യോഗാതിരിയായി അവരോധിച്ചിരുന്നത്. ഒരു നാടുവാഴിക്ക് തുല്യമായ പദവി തന്നെയായിരുന്നു അത്. ക്ഷേത്രകാര്യങ്ങളിൽ രാജാവിന് പോലും യോഗാതിരിക്ക് താഴെയായിരുന്നു സ്ഥാനം. 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം കോഴിക്കോടും കൊച്ചിയും തമ്മിലുള്ള വൈരം പെരുവനം ഗ്രാമത്തെയും ബാധിച്ചു. ഇടക്കാലത്ത് സാമൂതിരി കൊച്ചി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും ആക്രമിച്ച് കീഴടക്കിയിരുന്നു. അങ്ങനെ പെരുവനത്തെ അകക്കോയ്മയും സാമൂതിരിക്ക് ലഭിച്ചു. AD 1753 മുതൽ 1763 വരെയുള്ള 10 വർഷം പെരുവനം ഉൾപ്പെടെയുള്ള തൃശ്ശൂർ പ്രദേശങ്ങൾ ഭരിച്ചത് സാമൂതിരിയാണ്. ഈ 10 വർഷക്കാലം പെരുവനത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. സാമൂതിരിയുടെ സഹോദരനായ ഏറാൾപ്പാടാണ് മാടത്തലപ്പിൻ്റെ ശ്രീകോവിലും മറ്റു ക്ഷേത്രഭാഗങ്ങളും പുനരുദ്ധരിച്ചത്. 18 21 ചേരിക്കലുകളിൽ നിന്നായി 4 ലക്ഷം പറ മുതൽ 5 ലക്ഷം പറ വരെ നെല്ല് പെരുവനം ക്ഷേത്രത്തിന് ലഭിച്ചിരുന്നു. ചേരിക്കൽ എന്നാൽ അധീനതയിലുള്ള ഓരോ പ്രദേശങ്ങൾ എന്നർത്ഥം വരും. അധീനതയിലുള്ള ഈ ചേരിക്കലുകളിൽ നിന്നും കിട്ടുന്ന വരുമാനം ഇന്ന കാര്യങ്ങൾക്കായി ഉപയോഗിക്കണം എന്ന വ്യവസ്ഥയും ഉണ്ടായിരുന്നു. അതായത് ഒരു ചേരിക്കലിലെ വരുമാനം പൂർണ്ണമായും പാവപ്പെട്ടവരെ സഹായിക്കാനായി മാറ്റിവെച്ചിരുന്നു.
അതുപോലെ പെൺകുട്ടികളുടെ വിവാഹം, മറ്റു ക്ഷേത്രങ്ങളെ സഹായിക്കാൻ ഉത്സവം, പന്തീരടി പൂജ, ഉച്ചപൂജ എന്നിവകൾക്കെല്ലാം പ്രത്യേകം ചേരിക്കലുകൾ ഉണ്ടായിരുന്നു. AD 1763 തിരുവിതാംകൂറിൻ്റെ സഹായത്തോടെ കൊച്ചി രാജാവ് സാമൂതിരിയെ തോൽപ്പിച്ചതോടെ പെരുവനം ഉൾപ്പെടെയുള്ള തൃശ്ശൂരിലെ പ്രദേശങ്ങൾ സാമൂതിരി കൊച്ചി രാജാവിന് തിരികെ നൽകേണ്ടതായി വന്നു. സാമൂതിരി പെരുവനത്തെ ഭരണമേറ്റെടുത്ത കാലത്ത് ക്ഷേത്രത്തിലെ അകക്കോയ്മ സ്ഥാനവും സമുദായ സ്ഥാനവും വഹിച്ചിരുന്നത് ശുഗപുരം ഗ്രാമത്തിലെ ഒരു വെങ്ങാട്ടിരി നമ്പൂതിരിയായിരുന്നു. ഇടക്കാലത്ത് എന്തോ കാരണത്താൽ വെങ്ങാട്ടിരി നമ്പൂതിരി ക്ഷേത്രയോഗത്തിൽ നിന്നും പിണങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ കൂടി സാമൂതിരിക്ക് ലഭിച്ചു. പക്ഷേ ഈ 2 സ്ഥാനങ്ങളും ഒരേപോലെ നടത്തിക്കൊണ്ടു പോവാൻ സാമൂതിരിക്ക് കഴിയാതെ വന്നപ്പോൾ ക്ഷേത്രയോഗം കൂടി അകക്കോയ്മ സ്ഥാനം സാമൂതിരിക്കും സമുദായ സ്ഥാനം പറവൂർ നമ്പൂതിരിക്കും നൽകിക്കൊണ്ട് തീരുമാനമെടുത്തു. അങ്ങനെ ഉച്ചപൂജയുടെ ചേരിക്കലങ്ങളായ പള്ളിപ്പുറം, പുറത്തൂർ, പെരിഞ്ചേരി ഗ്രാമങ്ങളുടെ സമുദായ സ്ഥാനക്കാരനായ പറവൂർ നമ്പൂതിരിക്ക് ഉച്ചപൂജയുടെ അവകാശവും കൂടി കിട്ടി. സാമൂതിരിയെ തിരുവിതാംകൂറിൻ്റെ സഹായത്തോടെ കൊച്ചി രാജാവ് തോൽപ്പിച്ചതോടെ AD 1761 തിരുവിതാംകൂർ കൊച്ചി സഖ്യത്തിലെ വ്യവസ്ഥയനുസരിച്ച് പറവൂർ, ആലങ്ങാട് എന്നീ പ്രദേശങ്ങൾ തിരുവിതാംകൂറിന് വിട്ടുകൊടുത്തു. അതോടെ പറവൂർ നമ്പൂതിരിയുടെ അവകാശങ്ങളും തിരുവിതാംകൂറിനായി. അങ്ങനെ പെരുവനത്തെ ഉച്ചപൂജയുടെ അവകാശം തിരുവിതാംകൂറിന് ലഭിച്ചു. പന്തീരടി പൂജയ്ക്കുള്ള ചേരിക്കലിൻ്റെ അവകാശം കൊച്ചി രാജാവിനുമായിരുന്നു. അങ്ങനെ പുരാതന കേരളത്തിലെ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങളായിരുന്ന കൊച്ചിക്കും കോഴിക്കോടിനും തിരുവിതാംകൂറിനും അധികാരമുണ്ടായിരുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രവും പെരുവനമാണ്. രാജഭരണം കഴിഞ്ഞതോടെ ക്ഷേത്രഭരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും അധീനത്തിലായി. ക്ഷേത്രകാര്യങ്ങൾക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം കുന്നത്തൂർ പടിഞ്ഞാറേടത്ത് മനയിലെ കൊട്ടാര സദൃശമായ കെട്ടിടത്തിലാണ്. ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം ബോർഡ് ഈ കൊട്ടാരം വിലയ്ക്ക് വാങ്ങിയത്. 1982 കേന്ദ്ര സർക്കാർ അതീവ സംരക്ഷണ പ്രാധാന്യമുള്ള പൈതൃക പട്ടികയിലേക്ക് ക്ഷേത്രത്തെ ചേർത്തോടുകൂടി ക്ഷേത്ര സംരക്ഷണ ചുമതല പുരാവസ്തു വകുപ്പിനും വന്നു ചേർന്നു. അവരുടെ ഒരു ഓഫീസും ക്ഷേത്രമതിൽക്കകത്ത് തന്നെയുണ്ട്. ക്ഷേത്രത്തിൽ പണ്ടുകാലത്ത് ഉത്സവവും മറ്റും അതിഗംഭീരമായി നടന്നു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ല. പെരുവനം ക്ഷേത്രത്തിലെ ഉത്സവം മുടങ്ങാൻ കാരണമായ ചില സംഭവങ്ങളുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പെരുവനത്ത് കുംഭമാസത്തിലെ ഉത്രം കൊടിയേറി മീനമാസത്തിലെ ഉത്രം ആറാട്ട് കഴിയും വിധം 28 ദിവസത്തെ ഉത്സവമുണ്ടായിരുന്നു അത്രേ. അക്കാലത്ത് ഇരട്ടയപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചിരുന്നു. അന്ന് വലിയ വിളക്കിന് 42 ദേശങ്ങളിൽ നിന്നുള്ള പ്രധാന ദേവീദേവന്മാർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പെരുവനം ഉത്സവം സമാപിച്ചിരുന്നത് ആറാട്ടുപുഴ കരുവന്നൂർ പുഴയിലെ മന്ദാരംകടവിൽ ഇരട്ടയപ്പൻ്റെ ആറാട്ടോടുകൂടിയായിരുന്നു അത്രേ. ആറാട്ടെഴുന്നള്ളിപ്പിന് തിരുവള്ളക്കാവ് ശാസ്താവും ചേർപ്പ് ഭഗവതിയും ഇരട്ടയപ്പന് അകമ്പടി സേവിച്ചിരുന്നു. കൂടെ അകമ്പടിയായി 21 കൊമ്പനാനകൾ വേറെയും. അന്ന് ആറാട്ടെഴുന്നള്ളിപ്പിന് മുന്നോടിയായി പെരുവനം മുതൽ ആറാട്ടുപുഴ വരെ എഴുന്നള്ളത്ത് പോകുന്ന വഴികളിൽ ചേർപ്പ് ദേശക്കാർ വെള്ളയും കരിമ്പടവും വിരിക്കുന്ന പതിവും ഉണ്ടായിരുന്നു അത്രേ. ഈ സമയം ഗ്രാമത്തിൽ പെട്ടതും ഗ്രാമവുമായി ബന്ധപ്പെട്ടതുമായ മറ്റു ഗ്രാമങ്ങളിൽ നിന്നുമായി 108 ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാർ ആറാട്ടുപുഴയിലെത്തിയിരുന്നു. ആലോചിച്ചു നോക്കൂ, എത്ര പ്രൗഢഗംഭീരമായിരുന്നു അന്നത്തെ ആഘോഷങ്ങളെന്നത്. കണക്കനുസരിച്ച് AD 480കളിലാവണം ഏതോ അജ്ഞാതമായ കാരണത്താൽ ഉത്സവം മുടങ്ങി. പെരുവനം ഗ്രന്ഥവരിയിൽ ഇതിന് കാരണമായി ഒരു കഥ പറയുന്നുണ്ട്. ഉത്സവത്തിന് കൊടിയേറണമെങ്കിൽ സങ്കേതത്തിൽപ്പെട്ടിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷമേ പാടുള്ളൂ എന്ന നിയമമുണ്ടായിരുന്നു. കൊടിയേറ്റ ദിവസം ഇരട്ടയപ്പൻ്റെ നടക്കിൽ നിന്ന് ആവലാതിക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും. ഇല്ലെന്ന് കണ്ടെങ്കിൽ മാത്രമേ കൊടിമരം നാട്ടാൻ പാടുള്ളൂ. 500-ാം ആണ്ടിലോ അതിനടുത്ത കാലത്തോ ആവണം ഉത്സവകാലത്ത് തന്ത്രി മാതൃക്കൾക്ക് ബലി തൂവുന്നതിനിടയിൽ സങ്കേതത്തിലെ ഏതോ ഒരു ഇല്ലത്തെ കന്യക വിവാഹത്തിന് മുൻപ് ഋതുമതിയായി എന്ന് ആരോ വിളിച്ചു പറഞ്ഞു. പ്രായപൂർത്തിയാവാൻ മുമ്പ് കന്യകമാരുടെ വേളി കഴിയണമെന്നായിരുന്നു അക്കാലത്തെ നിയമം. ഇത് കേട്ട തന്ത്രി ബലി തൂവുന്നത് നിർത്തി ഗ്രാമനിശ്ചയപ്രകാരം വേളി കഴിഞ്ഞു മതി ഇനി ഉത്സവമെന്ന് പറഞ്ഞ് കൈവട്ടക കമിഴ്ത്തിയത്രേ. അതോടെ ആ ഉത്സവം മുടങ്ങുകയും ചെയ്തു. മറ്റൊരു കഥയനുസരിച്ച് ക്ഷേത്രഭരണാധികാരികൾക്കിടയിൽ രൂപപ്പെട്ട അനൈക്യം മൂലം ഒരിക്കൽ ആറാട്ടെഴുന്നള്ളിപ്പിന് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയം ഒരു വിഭാഗം ആളുകൾ തലേക്കെട്ടും പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച് ആക്രമണങ്ങൾ ഉണ്ടാക്കിയത്രേ. അതോടെ പെരുവനത്തപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഉത്സവവും നിന്നുപോയി. ഈ മുടക്കം 100 വർഷത്തോളം നീണ്ടുപോയി എന്നാണ് പറയുന്നത്. കഥകൾ എന്തായാലും ക്ഷേത്രഭരണാധികാരികൾ തമ്മിലുള്ള കിടമത്സരങ്ങളുടെ അനന്തരഫലമായാണ് ഉത്സവം മുടങ്ങിയത് എന്ന് തന്നെ വിശ്വസിക്കാം.
ഇക്കാലത്താണ് ആറാട്ടുപുഴ പൂരം മധ്യകേരളത്തിലെ ഏറ്റവും നിറപ്പകിട്ടാർന്ന ഉത്സവമായി ഉയർന്നു വന്നതും. പെരുവനം പെരിയ വനമായിരുന്നുവെന്നും പൂരു മഹർഷി ഇവിടെ തപസ് ചെയ്തിരുന്നു എന്നുമുള്ള ഐതിഹ്യം ആദ്യമേ പറഞ്ഞല്ലോ. ബദ്രീനാഥിൽ നിന്നും തനിക്ക് ലഭിച്ച വിശിഷ്ടമായ ശിവലിംഗവുമായി ദേശാടനം നടത്തി ഇവിടെ എത്തിയ പൂരു മഹർഷി തപസ് ചെയ്യാൻ അനുയോജ്യമായ ഒരു സ്ഥലമാണിതെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ കയ്യിലുള്ള ദിവ്യവിഗ്രഹം വെറും തറയിൽ വയ്ക്കാൻ പാടില്ലാത്തതുകൊണ്ടും ആ വിഗ്രഹം വലിയൊരു വൃക്ഷത്തിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അദ്ദേഹം സ്നാനത്തിനായി പോയി. കുന്നിൻ പ്രദേശമായതിനാൽ അവിടെങ്ങും ഒരു ജലസ്രോതസ് കാണായികയാൽ മഹർഷി കൈകൊണ്ട് മാന്തി അവിടെ ഒരു ചെറിയ കുളം കുഴിച്ചു അത്രേ. അതാണത്രേ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തായി കാണുന്ന തോടുകുളം. കഥയാണെങ്കിലും ഒന്ന് പരമാർത്ഥമാണ്. ക്രമേണ അത് തൊടുകുളമായി മാറി. ഒരിക്കൽ ഈ കുളം വറ്റിച്ചപ്പോൾ കുളത്തിൻ്റെ അടിയിൽ മാന്തി എടുത്തതുപോലുള്ള ചാലുകൾ കണ്ടെത്തിയതായി നാട്ടുകാർ പറഞ്ഞു. കുളം വറ്റിച്ച കാലങ്ങളിൽ ആ ചാലുകൾ കണ്ടിട്ടുള്ളവർ അനവധിയാണ്. സ്നാനത്തിന് ശേഷം തിരികെ എത്തിയ മഹർഷി വൃക്ഷത്തിൽ നിന്നും ആ ശിവലിംഗം എടുക്കാൻ നോക്കിയെങ്കിലും അതവിടെ ഉറച്ചു പോയതായി കാണുകയും ഭഗവാന്റെ ശക്തി തന്നോടൊപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ മഹർഷി വൃക്ഷത്തിന് മുകളിൽ ശിവലിംഗത്തിനടുത്തായി ഒരു മാടം കെട്ടിയുണ്ടാക്കി അദ്ദേഹം തപസ് തുടർന്നു. കയ്യിലുണ്ടായിരുന്ന സാളഗ്രാമവും ആ ശിവലിംഗത്തിനടുത്ത് വെച്ച് നിത്യവും പൂജയും നടത്തി വന്നു. തീക്ഷ്ണമായ ഈ തപസ്സിനിടയിൽ ഒരു ദിവസം തൊടുകുളത്തിലെ സ്നാനാനന്തരം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ വൃക്ഷത്തിന് വടക്കുവശത്ത് നിൽക്കുമ്പോൾ ശ്രീപരമേശ്വരൻ മഹർഷിക്ക് ദർശനം നൽകി അനുഗ്രഹിച്ചു അത്രേ. അതോടെ മഹർഷിക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്തു. മഹർഷിക്ക് ഭഗവാൻ ദിവ്യദർശനം നൽകിയ ആ പുണ്യസ്ഥലത്താണ് ഇന്ന് ഇരട്ടയപ്പൻ്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. പണ്ട് വസന്തോത്സവം എന്ന പേരിൽ നടന്നിരുന്ന പെരുവനം ഉത്സവം കുംഭമാസത്തിൽ ഉത്രത്തിന് കൊടിയേറി 28 ദിവസം നടന്നിരുന്നു. പൂയം നാളിലെ പെരുവനം പൂരം വലിയ വിളക്കും പൂരം നാളിലെ ആറാട്ടുപുഴ പൂരം ആറാട്ടുമായിരുന്നു അത്രേ. ഇന്നത്തെ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ പൂർവ്വരൂപം ഈ വസന്തോത്സവമായിരുന്നു. ശിവപാർവതിമാരുടെ മധുവിധു ആഘോഷമാണിതെന്നും ഒരു പക്ഷമുണ്ട്. പെരുവനം ആറാട്ട് ദിവസം ഗ്രാമത്തിലെ ജനങ്ങൾ എവിടെ പോയാലും എത്തിച്ചേരണമെന്നതാണ് അലിഖിത നിയമം. ആറാട്ടിൽ പങ്കെടുക്കാത്തവരുടെ പിണ്ഡം വെച്ച് അസ്തിത്വം പോലും അവഗണിക്കുമത്രേ. കൂടാതെ ദേവീദേവന്മാർ, യക്ഷകിന്നര ഗന്ധർവന്മാർ അങ്ങനെ എല്ലാവരും എത്തിച്ചേരുമായിരുന്നു അത്രേ. എന്നുവെച്ചാൽ അത്രയും പ്രാധാന്യം ആ വസന്തോത്സവത്തിന് ഉണ്ടായിരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഉത്സവമാണ് അവ്യക്തമായ കാരണങ്ങളാൽ ഏതോ ഒരു കാലത്ത് നിന്നുപോയത്. പിന്നീട് ഒരു നൂറ്റാണ്ടിന് ശേഷം പൂരം ഇന്ന് കാണുന്നത് പോലെ പുനരാവിഷ്കരിക്കുകയും ചെയ്തു. പെരുവനത്ത് പൂരം തുടങ്ങിയതിനെപ്പറ്റി പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ആയാത് ശിവലോകം ന കലാവിധി വിലോകനാൽ ചിന്തയാ സദ്ഭിരാരംഭി ദേവപൂര മഹോത്സവം. കലികാലത്ത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച് കലിവർഷം 3684 മീനം 27 വ്യാഴാഴ്ച പെരുവനത്ത് പൂരം തുടങ്ങി. ഇതിലെ കലിസംഖ്യ അടങ്ങിയിരിക്കുന്നത് ആയാത് ശിവലോകം എന്ന വരിയിലാണ്. നമുക്ക് ഈ കലിസംഖ്യ ഒന്ന് കണക്കാക്കി നോക്കാം. ഇതിലെ ആയുടെ കലിസംഖ്യ വരുന്നത് 0 അതുപോലെ യാ 1, താ 6, ശ 5, വ 4, ല 3, ക 1, ന 0. കടപയാതി നിയമം അനുസരിച്ച് ഇതിനെ തിരിച്ചിടുമ്പോൾ 13, 45, 610 എന്ന് ലഭിക്കും. ഈ കലിദിനങ്ങളെ ഒരു വർഷത്തെ ദിവസങ്ങളായ 365.25 കൊണ്ട് ഹരിച്ചാൽ 3684 വർഷങ്ങൾ എന്ന് ലഭിക്കും. കലിയുഗം ആരംഭിക്കുന്നത് BC 3102 അതുകൊണ്ട് പൂരത്തിൻ്റെ വർഷം കണക്കാക്കാൻ 3684 മൈനസ് 3102 എന്ന് നോക്കിയാൽ 582 എന്ന് ലഭിക്കും. അതായത് AD 582 583 തുടക്കത്തിലോ ആണ് പൂരം തുടങ്ങിയത് എന്ന് കണക്കാക്കാം. അതായത് 2026 നിന്നും 583 കുറയ്ക്കുമ്പോൾ പൂരം തുടങ്ങിയിട്ട് 1443 വർഷങ്ങൾ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. 2026 മാർച്ച് 27 കഴിഞ്ഞത് 1444 പൂരമാണ്. കണക്കുകളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുമുണ്ട്. AD 583 എന്ന കണക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം. എന്നാൽ ഇന്നത്തെ രീതിയിലുള്ള ക്ഷേത്രഘടനയും മേളവും ആറാട്ടുമൊക്കെ അടങ്ങിയ പൂരമായിരിക്കില്ല അത്. പെരുവനം പോലൊരു മഹാസങ്കേതത്തിൽ വിവിധ ഗ്രാമങ്ങൾ ഒത്തുചേരുന്ന ഒരു വലിയ ഗ്രാമോത്സവം ആയിട്ടാവാം ഇതിൻ്റെ തുടക്കം. കാലക്രമേണ ഹൈന്ദവ നവോത്ഥാന കാലത്ത് രാജാക്കന്മാരുടെ പിന്തുണയോടെ ഇന്ന് കാണുന്ന പൂരമായി പരിണമിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ കേരളത്തിൽ വേലുകളും വിളക്കുകളും പോലുള്ള ദ്രാവിഡ ഉത്സവങ്ങൾ ഉണ്ടായിരുന്നതായി സംഘകാല കൃതികളിലും മറ്റും കാണാം. പെരുവനം പൂരത്തെ ദേവപൂരം എന്ന് വിളിക്കുന്നത് വിവിധ പ്രാദേശിക ദേവതകൾ ഒരു കേന്ദ്രത്തിൽ ഒത്തുചേരുന്ന പഴയകാല ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിൻ്റെ തുടർച്ചയായിരിക്കാം. ഇനി നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് വരാം.
പൂരം പുനരാരംഭിച്ചെങ്കിലും പിന്നീട് ഇരട്ടയപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് പതിവില്ലാതെയായി. പഴയ വലിയ വിളക്ക് ദിവസം പെരുവനം പൂരമായും ആറാട്ട് വിളക്ക് ദിവസം ആറാട്ടുപുഴ പൂരമായും ആഘോഷിക്കാൻ തുടങ്ങി. കാലക്രമേണ ഓരോരോ കാരണങ്ങളെ തുടർന്ന് പൂരപങ്കാളികളിൽ പലരും പിരിഞ്ഞുപോയി. മീനമാസത്തിലെ പൂയം നാളിലാണ് പെരുവനം പൂരം. ഇന്ന് 18 ദേവീദേവന്മാരാണ് പെരുവനം പൂരത്തിനെത്തുന്നത്. ചേർപ്പ് ഭഗവതി, ഊരകത്തമ്മ തിരുവടി, ആറാട്ടുപുഴ ശാസ്താവ് തുടങ്ങിയ 18 ദേവതമാർ. പണ്ട് ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിച്ചിരുന്നത് പെരുവനത്തപ്പനായിരുന്നു. പെരുവനത്തപ്പനെ എഴുന്നള്ളിക്കാതായതോടെ തൃപ്രയാർ തേവരെ നായകനാക്കി ആറാട്ടുപുഴ പൂരം നടന്നു വരികയും ചെയ്യുന്നു. പെരുവനം പൂരക്കാലത്ത് തനിക്ക് ചുറ്റും ഗംഭീര ആഘോഷങ്ങൾ നടക്കുമ്പോഴും ഭഗവാൻ ഇതിലൊന്നും പങ്കാളിയാകാതെ മഹാമൗനത്തിൽ തന്നെ ശ്രീകോവിലിൽ കുടികൊള്ളുന്നു. അടുത്ത കാലം വരെ ഭഗവാനെ ശ്രീകോവിലിന് പുറത്തേക്ക് എഴുന്നള്ളിക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഭഗവാൻ അതിന് സമ്മതം മൂളിയിട്ടില്ല. ഇടക്കാലത്ത് മറ്റൊരു സംഭവവും ഉണ്ടായി. നാട്ടുകാരും തന്ത്രിമാരുമൊക്കെയായി കൂടിയാലോചിച്ച് ഇരട്ടയപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാനായി തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഒരു പൂരക്കാലത്ത് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാനായി തന്ത്രിയായ KPC ശ്രീകോവിലിനുള്ളിലേക്ക് കയറി. അവിടെ ചെന്ന് അദ്ദേഹത്തിന് ഭയം കൊണ്ടാവാം ചുറ്റുമുള്ളതൊന്നും കാണാതായി. ആകെ ഇരുട്ട് വന്ന് മൂടി കണ്ണു കാണാൻ പറ്റാത്ത ഒരവസ്ഥ. പേടിച്ചിരണ്ട തന്ത്രി പെട്ടെന്ന് തന്നെ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഒപ്പം ശ്രീകോവിലിന് പുറത്ത് ഇദ്ദേഹത്തിനെ കാത്തു നിന്നവരും. ഈ സംഭവത്തിന് ശേഷം ഭഗവാനെ പുറത്തെഴുന്നള്ളിക്കാനുള്ള മറ്റൊരു ശ്രമം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാണ് അറിവ്. പല പ്രധാന പൂരങ്ങളുടെയും ഉത്ഭവസ്ഥാനമാണ് പെരുവനം. അനേകം മേളചക്രവർത്തിമാർ ജീവിച്ചിരുന്ന ഒരു മേള കലാഗ്രാമം കൂടിയാണ് പെരുവനം. പെരുവനം അപ്പുമാരാരെ പോലെയും കുട്ടന്മാരാരെ പോലെയും ധാരാളം പ്രസിദ്ധ കലാകാരന്മാർ ഇന്നും ഇവിടെയുണ്ട്. ക്ഷേത്രോത്സവങ്ങളിൽ ഇന്ന് കാണുന്ന ആനയെഴുന്നള്ളത്തും മേളവുമൊക്കെ പിറവിയെടുത്തത് പെരുവനം മതിൽക്കകത്താണ്. പഞ്ചാരിമേളത്തിന്റെ ഈറ്റില്ലം എന്നാണ് പെരുവനത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ. പഞ്ചാരിമേളത്തിന്റെ ഉത്ഭവം പെരുവനം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടവഴിയിലായിരുന്നു എന്നതാണ് ഇതിന് കാരണം. ഏതാണ്ട് 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മഴമംഗലം നമ്പൂതിരിയും പണ്ടാരത്തിൽ രാമന്മാരാരും ചേർന്ന് പെരുവനം പൂരത്തിൽ ഊരകത്തമ്മ തിരുവടിയുടെ എഴുന്നള്ളിപ്പിന് കൊട്ടാൻ വേണ്ടി ചിട്ടപ്പെടുത്തിയതാണത്രേ ഇന്ന് കാണുന്ന പഞ്ചാരിമേളം. മേളം മാത്രമല്ല, എഴുന്നള്ളത്തിൻ്റെ ഏറ്റവും പ്രധാനമായ നെറ്റിപ്പട്ടം ആദ്യമായി നിർമ്മിച്ചതും ഉപയോഗിച്ചതും പെരുവനം പൂരത്തിലാണ്. 1.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കിരാങ്ങാട് മനയിലെ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ചേർപ്പ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പിനായി നെറ്റിപ്പട്ടം നിർമ്മിച്ചത്. അക്കാലത്ത് അതൊരു വലിയ അത്ഭുതവും വലിയൊരു മാറ്റവുമാണ് കൊണ്ടുവന്നത്. അതിനു മുൻപ് അലങ്കാരമായി ആനയുടെ മസ്തകത്തിൽ ഒരു ചുവന്ന പട്ട് കെട്ടുകയായിരുന്നു ഇത്രേ പതിവ്. ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെ നിർമ്മിച്ച ചൂരൽപുളി, വണ്ടോട്, നാഗപടം തുടങ്ങിയ നെറ്റിപ്പട്ടങ്ങളാണ് ഇന്നും ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. കൂടാതെ ആലവട്ടം, വെഞ്ചാമരം, മണിക്കൂട്ടം തുടങ്ങിയ ചമയങ്ങളും പുതുതായി ആവിഷ്കരിച്ചു. അങ്ങനെയാണ് ആനച്ചമയങ്ങൾ എന്ന രീതി വന്നതും അതിന് കണക്കും കൃത്യതയുമൊക്കെ ഉണ്ടായതും. അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾക്കപ്പുറം വലിയ മാറ്റങ്ങളൊന്നും ഇന്നും വന്നിട്ടില്ല എന്ന് പഴമക്കാർ പറയും. പെരുവനം പൂരത്തെ ഒരു കുടുംബ സംഗമം എന്ന് തന്നെ പറയാം. പൂരം ക്രമമായി അറിയില്ലെങ്കിലും അവിടുത്തെ ദേവതമാരുടെ അടുത്ത ബന്ധം കൂടി ഒന്ന് നോക്കാം. ഇരട്ടയപ്പൻ്റെ സഹോദര തുല്യനായിട്ടാണ് ആറാട്ടുപുഴ ശാസ്താവിനെ കണക്കാക്കുന്നത്. പൂരത്തിനെത്തുന്ന മറ്റു ദേവതമാർക്ക് ആതിഥ്യമരുളാനും വഴികാട്ടാനും ആറാട്ടുപുഴ ശാസ്താവ് മുന്നിലുണ്ടാവും. തേവർ മടങ്ങുന്നതോടെയാണ് പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ അവസാനിക്കുന്നതും. ഐതിഹ്യമനുസരിച്ച് തിരുവുള്ളക്കാവ് ശാസ്താവ് പെരുവനത്തപ്പൻ്റെ മകനായാണ് സങ്കല്പം. പിതാവിനെ വണങ്ങാനെത്തുന്ന മകൻ്റെ ഭാവത്തിലാണ് ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത്. വിദ്യാരംഭത്തിന് പ്രശസ്തമായ തിരുവുള്ളക്കാവ് പെരുവനം ഗ്രാമത്തിൻ്റെ ഭാഗമാണ്. ഊരകത്തമ്മയും ചേർപ്പ് ഭഗവതിയും പെരുവനം ഗ്രാമത്തിൻ്റെ രക്ഷാദേവതകളായാണ് സങ്കല്പം. ഊരകത്തമ്മ മാതൃസ്ഥാനത്തും ചേർപ്പ് ഭഗവതി ഗ്രാമാതിർത്തി കാക്കുന്നവളായും കരുതപ്പെടുന്നു. ഊരകത്തമ്മയെ വിശേഷിപ്പിക്കുന്നത് പോലും അമ്മ തിരുവടി എന്നാണ്. ഇങ്ങനെ പൂരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ദേവതകൾക്കും ഓരോരോ പ്രാധാന്യങ്ങളുണ്ട്. കാലം കാത്തുവച്ച വലിയൊരു പുണ്യമാണ് പെരുവനം പൂരം. മീനമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ പെരുവനം നടവഴി ഒരു ദേവലോകമായി മാറുമ്പോൾ അവിടെ നടക്കുന്നത് മാലോകർക്ക് വിസ്മയമായ ഒരു ദേവസംഗമമാണ്. പെരുവനമെന്ന ഈ തറവാട്ടിലെ കാരണവരായ ഇരട്ടയപ്പനെയും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മാടത്തിലപ്പനെയും കാണാൻ ചുറ്റുവട്ടത്തുള്ള 18 ദേവന്മാർ എഴുന്നള്ളിയെത്തുന്ന ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കൊച്ചി രാജ്യത്ത് ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ ആധിപത്യങ്ങൾ അവസാനിക്കുന്നത്. സാമൂതിരിയെ പരാജയപ്പെടുത്തിയതിനു ശേഷം കൊച്ചി രാജ്യത്തിൻ്റെ ഭരണം ശക്തമായതോടെ പെരുവനത്തെ യോഗാതിരി എന്ന പദവി നിർത്തലാക്കാൻ ശക്തൻ തമ്പുരാൻ തീരുമാനിച്ചു. ക്ഷേത്രഭരണം ഊരാളന്മാരായ നമ്പൂതിരിമാരിൽ നിന്നും നേരിട്ട് സർക്കാരിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിരുന്നു ഈ നടപടി. ഹൈദറുടെ സൈന്യം മലബാർ കീഴടക്കിക്കൊണ്ട് കൊച്ചിയിലേക്ക് വന്നത് 1776 അങ്ങനെ കൊച്ചി ഹൈദർ അലി ഖാൻ്റെ സാമന്ത രാജ്യമായി തീർന്നു. മൈസൂറിൽ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമിക്കാൻ കൊച്ചി വഴി പുറപ്പെട്ടു.
ഹൈദരുടെ സൈന്യം കൊച്ചിയിലേക്ക് കടന്നപ്പോഴും തിരുവിതാംകൂറിലേക്ക് ടിപ്പു സൈനിക നീക്കം നടത്തുമ്പോഴും ക്ഷേത്രങ്ങളെയൊന്നും വെറുതെ വിട്ടിട്ടില്ല. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ മതിലിനുള്ളിൽ മൈസൂർ സൈന്യം 3 മാസത്തോളം പാളയമടിച്ചു കഴിഞ്ഞിരുന്നു അത്രേ. പെരുവനം ക്ഷേത്രത്തിന് കിഴക്കും പടിഞ്ഞാറും ഗോപുരങ്ങൾ തകർത്തതും ഭണ്ഡാരങ്ങൾ കൊള്ളയടിച്ചതും കൂത്തമ്പലം തകർത്തതും 1778-ലാണ്. എന്നാൽ പെരുവനം ക്ഷേത്രത്തെ മൈസൂർ സൈന്യം അവരുടെ പാളയമാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശാന്തിക്കാർ ഇതിനെല്ലാം മുൻപ് തന്നെ അവിടുത്തെ ഉത്സവ വിഗ്രഹം പെരുവനത്ത് കൊണ്ടുവരികയും അവിടെ വെച്ച് വടക്കുന്നാഥന് നിത്യപൂജകൾ നടത്തുകയും ചെയ്തിരുന്നു അത്രേ. കരിവന്നോപ്പുഴയ്ക്ക് വടക്കോട്ടും മുളങ്കുന്നത്തുകാവിന് തെക്കോട്ടുമുള്ള ദേവാലയങ്ങളിൽ കടന്ന് ബിംബഹാനി വരുത്തുകയും സ്വത്തുക്കളും ചെമ്പ് പലകകളും മറ്റും പൊളിച്ചുകൊണ്ടു പോവുകയുമാണ് ഹൈദരുടെ സൈന്യം 1776 കൊച്ചിയിൽ ചെയ്തതെന്ന് KP പത്മനാഭമേനോൻ കൊച്ചി രാജചരിത്രത്തിൽ പറയുന്നുണ്ട്. അതുപോലെ പെരുവനത്ത് ഇരട്ടേപ്പൻ്റെ വിഗ്രഹങ്ങൾ 2ആയി തച്ചു മുറിച്ചിട്ടിരിക്കുകയാണെന്നുള്ള സ്റ്റേറ്റ് മാനുവലിലെ പ്രസ്താവനയും അദ്ദേഹം എടുത്തു പറയുന്നു. പെരുവനം ക്ഷേത്രത്തിൽ അതിപുരാതനമായ കാലം മുതൽ നടന്നു വന്നിരുന്ന ചാക്യാർകൂത്തിന് പല സവിശേഷതകളുമുണ്ട്. ചിറ്റൂർ, അവണാവ്, കുറുവട്ടവണാവ് എന്നീ ഊരാളന്മാർക്ക് മാത്രമേ കൂത്തമ്പലത്തിൽ പലകയിട്ടിരിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. കന്യകമാരൊഴികെയുള്ള സ്ത്രീകളും ബ്രഹ്മചാരികളും കൂത്തു നടക്കുന്ന സമയം കൂത്തമ്പലത്തിൽ കയറാൻ പാടില്ല. അതുപോലെ കൂത്തു നടക്കുന്ന സമയത്ത് പ്രേക്ഷകർ ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല. പെരുവനത്ത് കൂത്തു നടക്കുന്ന കാലം ഗ്രാമത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കൂത്തു നടത്തുകയോ ദേശത്ത് പറയെടുക്കുകയോ ഒന്നും പതിവില്ല. മറ്റൊരു വിശേഷം കൂത്തുതറയിൽ ഇടതുവശത്ത് മൂസ തിരിക്കണം എന്നുള്ളതാണ്. മൂസ തിരിക്കാതെ കൂത്തു തുടങ്ങില്ല. കഴിയും വരെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കാനും പാടില്ല. പണ്ട് ഈ സ്ഥാനം നമ്പൂതിരിമാർക്കായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ചില അസ്വസ്ഥതകളെ തുടർന്ന് എണീൽക്കേണ്ടി വന്നപ്പോൾ മൂത്തതിനെ നമ്പൂതിരി ആ സ്ഥാനത്തിരുത്തുകയും പിന്നീട് ആ സ്ഥാനം മൂത്തത് വിട്ടുകൊടുത്തതുമില്ല എന്നാണ് പറയുന്നത്. അങ്കുല്യാംഗം, മന്ത്രാംഗം, മത്തവിലാസം എന്നീ 3 കൂത്തുകൾ മാത്രമാണ് ഇവിടെ നടന്നിരുന്നത്. ഇതിൽ മത്തവിലാസം കൂത്ത് വഴിപാടായിട്ടാണ് നടത്തുന്നത്. മന്ത്രാംഗം, അങ്കുല്യാംഗം കൂത്തുകൾക്കിടയിൽ മറ്റൊന്നും നടത്താൻ പാടില്ലാത്തതുകൊണ്ട് ഇവയ്ക്കിടയിലുള്ള ഇടവേളകളിലാണ് മത്തവിലാസം കൂത്ത് നടത്തിയിരുന്നത്. കുട്ടഞ്ചേരി, മേക്കാട്, മാണി എന്നീ 3 ചാക്യാർ കുടുംബങ്ങൾക്കാണ് പെരുവനത്ത് കൂത്തും കൂടിയാട്ടവും നടത്താനുള്ള അവകാശം. മേക്കാട് കുടുംബം ഇടക്കാലത്ത് അന്യം നിന്ന് പോയതിനാൽ മറ്റു 2 കുടുംബങ്ങളിൽ നിന്നുമാണ് കൂത്തിനും കൂടിയാട്ടത്തിനുമായി അംഗങ്ങൾ ഇവിടെ എത്തുന്നത്. മാണിയിൽ ചാക്യാർ കുടുംബത്തിന് ആദ്യകാലത്ത് ഇവിടെ കൂത്തു നടത്താൻ അവകാശമുണ്ടായിരുന്നില്ല. ഈ അവകാശം പിന്നീടാണ് ലഭിച്ചത്. വാക്കിലും വേഷത്തിലും ഒന്നുപോലെ വിദഗ്ധരായിരുന്ന മാണിയിൽ ചാക്യാന്മാരെ കൂടി പെരുവനത്തെ പതിവുകാരാക്കണമെന്ന് കിരാങ്ങാട്, കുറുവട്ടവണാവ്, ഐരിൽ നമ്പൂതിരിമാർ ആവശ്യപ്പെട്ടു. പക്ഷേ മറ്റു നമ്പൂതിരിമാർക്ക് ഈ ആവശ്യം അത്ര സ്വീകാര്യമായില്ല. കുട്ടഞ്ചേരിയും മേക്കാടും മാത്രം മേലിലും മതിയെന്ന് അവരും വാദിച്ചു. മാണിക്ക് സ്ഥാനം കൊടുത്തില്ലെങ്കിൽ പെരുവനം ക്ഷേത്രത്തിൽ ഇനിമേൽ കൂത്തു വേണ്ടെന്ന് കുറുവട്ടവണാവും പ്രതിജ്ഞ ചെയ്തു. അക്കൊല്ലം കൂത്തു തുടങ്ങുന്നതിന് പ്രാരംഭമായി വിളക്ക് കൊളുത്തിയപ്പോൾ കുറുവട്ടവണാവിലെ ഒരംഗം വിളക്ക് ധിക്കാരത്തോടെ തട്ടിമറിക്കുകയോ ഊതിക്കെടുത്തുകയോ ചെയ്തു. ഇതോടനുബന്ധിച്ചുണ്ടായ വാക്കുതർക്കം നമ്പൂതിരിമാരെ 2 ചേരികളിലാക്കി. അങ്ങനെ അത്തവണത്തെ കൂത്തു മുടങ്ങി. വിളക്ക് ഊതിക്കെടുത്തിയ നമ്പൂതിരിയാവട്ടെ തിരികെ ഇല്ലത്തേക്ക് പോകും വഴി സർപ്പദംശനമേറ്റ് മരിക്കുകയും ചെയ്തു. അടുത്ത കൊല്ലവും പിന്നീടുള്ള വർഷങ്ങളിലും ഇതേ ആവശ്യവുമായി കുറുവട്ടവണാവ് മനക്കിലെ നമ്പൂതിരിമാർ പെരുവനത്ത് വരികയും വിളക്ക് ഊതിക്കെടുത്തുകയും അതേ തുടർന്ന് സർപ്പദംശനമേറ്റ് മരിക്കുകയും ചെയ്തു. ഇങ്ങനെ 6 പേരോളമാണ് മരിച്ചത്. അക്കൊല്ലങ്ങളിലെല്ലാം കൂത്തു മുടങ്ങുകയും ചെയ്തിരുന്നു. 7-ാം കൊല്ലം കുറുവട്ടവണാവ് മനയിൽ ഒരു ഓനിച്ചുണ്ണി മാത്രമാണ് ആണായി ഉണ്ടായിരുന്നത്. ഓനിച്ചുണ്ണി അടുത്ത വർഷം ഇതേ ദിവസം ഊണ് കഴിക്കാനായി ഇരുന്നപ്പോൾ അമ്മ ചോറ് വിളമ്പി കുടിക്കുനീർ വീഴ്ത്തുന്ന സമയം അന്തർജനം ആരോടെന്നില്ലാതെ ഇങ്ങനെ പറഞ്ഞു: കഷ്ടം, ഇന്ന് പെരുവനത്ത് കൂത്തുപുറപ്പാടാണ്. മാണിക്ക് സ്ഥാനം കൊടുക്കാൻ ഇവിടെ നമ്പൂതിരിമാർ ആരുമില്ലാതെ പോയല്ലോ. ഇത് കേട്ട ആ ഉണ്ണി കുടിക്കുനീർ സേവിക്കാതെ ചാടി എഴുന്നേറ്റ് ഞാൻ മാണിക്ക് സ്ഥാനം കൊടുപ്പിക്കാമെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അന്ന് വൈകുന്നേരം കൂത്തു തുടങ്ങാറായപ്പോൾ മുൻകാലങ്ങളിലെ പോലെ മാണിയെ പങ്കെടുപ്പിച്ചില്ലെങ്കിൽ കൂത്തു മുടങ്ങും എന്ന് ഉണ്ണി വിളിച്ചു പറഞ്ഞു. ഇത് വകവയ്ക്കാതെ മറ്റുള്ളവർ കൂത്തമ്പലത്തിലെ വിളക്ക് കൊളുത്താനായി ഒരു കൈവിളക്കുമായി ഇരട്ടേപ്പൻ്റെ ശ്രീകോവിലിന് മുൻപിലേക്ക് ചെന്നു. കുറുവട്ടവണാവിലെ ആ ഉണ്ണി ഭഗവാന് മുൻപിൽ തൊഴുകൈകളോടെ നിന്ന് തൻ്റെ ആവശ്യമറിയിച്ച് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഒരു മണിനാദത്തിനൊപ്പം ശ്രീകോവിലിനുള്ളിൽ നിന്നും അമാനുഷികമായ ഒരു അശരീരിയും പുറത്തു വന്നു. ഇനി മുതൽ മാണിയും കൂത്തിൽ പങ്കെടുക്കട്ടെ.
അങ്ങനെ അന്ന് മുതൽ പെരുവനത്ത് കൂത്തു നടത്താൻ മാണിച്ചാക്യാർക്ക് അനുവാദം ലഭിച്ചു. വിളക്ക് ഊതിക്കെടുത്തിയതിൻ്റെ പ്രായശ്ചിത്തമായി കുറുവട്ടവണാവിൻ്റെ വകയായി ഉത്രാടം തോറും പ്രായശ്ചിത്ത ഊട്ടും തുടങ്ങി. നവരാത്രി, ലക്ഷാർച്ചന, മകരസംക്രമം, ശിവരാത്രി, പൂരം, വിഷു, പ്രതിഷ്ഠാദിനം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. ശംഖാഭിഷേകം, ശതാഭിഷേകം, ധാര, കറുകഹോമം, ത്രികാലപൂജ, ചതുശതം തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ. ഇതിൽ നിറമാലയും ലക്ഷദീപവും ചതുശതവും അതിവിശേഷാൽ വഴിപാടുകളുമാണ്. പക്ഷേ അതിനല്പം ചിലവുമുണ്ട്. ശിവരാത്രിക്ക് കാറളത്ത് നിന്നും കൈനിലത്തേവർ പെരുവനത്തേക്ക് എഴുന്നള്ളിച്ചു വരുന്നു. പുലർച്ചെ 2 മണിക്ക് കൈനിലത്തേവരും തൊടുകുളത്തിൻ്റെ കരയിലുള്ള കുളങ്ങരത്തേവരും പെരുവനത്തെ ഉപദേവതയായ ദക്ഷിണാമൂർത്തിയെയും എഴുന്നള്ളിച്ച് ശിവരാത്രി വിളക്ക് നടക്കുന്നു. പെരുവനം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനും ഒരു ക്രമമുണ്ട്. അതിനൊരു ശ്ലോകവും പറയുന്നുണ്ട്. പൂർവം പൂരുവനെ ജനൈസവിനയം ദിത്വാശ്രയ ശങ്കരോ വന്ദിശ്ചാദ ഗിരീന്ദ്രജ പുനരത സന്യാസയോഗീ തഥ യുഗ്മേശ്ച മഹാലയോ പരിവസൽ മാടേശ്വരാനന്തരം യോഗീന്ദ്രശ്ച ഗജാനന പുനരതോ യുഗ്മേശ്വരശ്ച ക്രമാൽ. അതായത് ആദ്യമായി ഇരട്ടയപ്പനെയും പിന്നീട് ശ്രീപാർവതി, ദക്ഷിണാമൂർത്തി, ഇരട്ടയപ്പൻ, മാടത്തലപ്പൻ, പൂരു മഹർഷി, ഗണപതി, ഇരട്ടയപ്പൻ എന്നീ ക്രമത്തിലാണ് പെരുവനം ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത്. ഇത് കിഴക്ക് നിന്നാവുമ്പോൾ ഈ ക്രമത്തിൽ അല്പം വ്യത്യാസം വരികയും ചെയ്യും. ചുരുക്കത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ദേശത്തെയും ക്ഷേത്രത്തെയും പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമസ്കാരം. ഇവിടുത്തെ ആ ഒരു നിത്യനിദാനങ്ങളൊക്കെ എങ്ങനെയാണ്? നിത്യനിദാനം എന്ന് പറഞ്ഞാൽ കാലത്ത് 5 മണിക്ക് നട തുറക്കുക, അഭിഷേകം, മലർ നിവേദ്യം. അതിനുശേഷം 5:45 ഉഷ നിവേദ്യം. പിന്നെ 7 മണിക്ക് കാലത്തെ പൂജ. പൂജയോടുകൂടി കാലത്തെ പൂജയോട് കൂടിയിട്ട് തന്നെ പാർവതിക്കും നിവേദ്യം. പിന്നെ അതിന് ശേഷം 8:30 പന്തീരടി പൂജ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ 9 മണിക്ക് പന്തീരടി അവസാനിക്കും. പിന്നെ ഉച്ചപൂജ. ഉച്ചപൂജയ്ക്ക് നവകം പൂജിച്ചു വയ്ക്കുക. മാടത്തിലപ്പൻ്റെ അവിടെ ഇതേപോലെ തന്നെ കാലത്ത് അഭിഷേകം, മലർ നിവേദ്യം. അത് കഴിഞ്ഞാൽ അവിടെ ധാരോടുകൂടി പൂജ. പിന്നെ അത് ഇവിടുത്തെ ഇരട്ടയപ്പൻ്റെ ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് അത് കഴിയും. അതിന് ശേഷം ഇവിടെ ഉച്ചപൂജ നവകത്തോട് കൂടിയിട്ട് ഉള്ള ഉച്ചപൂജ. ഈ പന്തീരടിക്കാണ് ഇവിടെ ഇരട്ടയപ്പന് ധാര നടത്തുന്നത്. ശംഖാഭിഷേകമോ മറ്റേത് അഭിഷേകം ഉണ്ടെങ്കിലും ആ പന്തീരടിക്കാണ് നടത്താറ്. ഉച്ചപൂജയ്ക്ക് നവകം. പിന്നെ വൈകിട്ട് 5 മണിക്ക് നട തുറക്കുക. അത് കഴിഞ്ഞാൽ ദീപാരാധന, അത്താഴപൂജ, ഇരട്ടയപ്പന്, മാടത്തിലപ്പന് വൈകിട്ട് നിവേദ്യം. കാലത്ത് മോർണിംഗിലെ പൂജ, ആദ്യത്തെ കാലത്തെ പൂജ കഴിഞ്ഞാൽ ഉപദേവന്മാർക്ക് എല്ലാവർക്കും നിവേദ്യം. ഇതാണ് പുറത്തൊരു ചിട്ട. പിന്നെ ഇവിടെ വിശേഷാൽ വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അമ്പലത്തിൽ വിളക്ക്, മാല, അതല്ല സാധാരണയിൽ കവി ഒരു വ്യത്യസ്തമായിട്ട് എന്താ ഉള്ളത്? അതായത് വിളക്ക്, മാല, ധാര, പുഷ്പാഞ്ജലി അതല്ലാതെ ഭഗവാന് വിശേഷമായിട്ട് മറ്റെന്തെങ്കിലും പ്രത്യേകതയുള്ള വഴിപാടുകൾ ഉണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. അതിന് പ്രത്യേകിച്ചില്ല. വൈകിട്ട് ഉള്ള ഇതിൽ ഒരു അപ്പം നിവേദ്യമുണ്ട് അത്താഴപൂജയ്ക്ക്. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചതുശതമാണ് ഇവിടെ ഉള്ളത്. അത് ചതുശതം എന്ന് പറഞ്ഞാൽ 101 നാഴിയരി, 101 നാളികേരം, 101 പലം ശർക്കര, 101 കദളിപ്പഴം. അത് ഒന്നിച്ച് ഒരു പായസമാക്കി ചതുശതം എന്നുള്ള നിലയ്ക്കുള്ള പായസ നിവേദ്യം. അതാണ് ഇവിടെയുള്ള വഴിപാട്. ഇവിടെ തന്ത്രം KPC. അപ്പോൾ പിന്നെ ഇവിടെ ഊരാൺമക്കാർ 3 ആണല്ലേ? ഊരായ്മക്കാർ 1 വല്ലച്ചറ അവണാവ്, ചിറ്റൂര് അവണാവ്, കുറോട്ട് അവണാവ്. അങ്ങനെ 3 അവണാവാണ് ഇവിടുത്തെ ഊരായ്മക്കാർ. ഈ ദേശമംഗലത്തേക്കുണ്ടോ? ദേശമംഗലാണിത്. 3 ദേശമംഗല. ഓ
വല്ലച്ചിറ ഔണാവ് എന്ന് പറഞ്ഞാൽ ദേശമംഗലാണ്. ചിറ്റൂർ ഔണാവ് എന്ന് പറഞ്ഞാലും ദേശമംഗൽ തന്നെയാണ്. മറ്റേ കുറോട്ട ഔണാവ് എന്ന് പറഞ്ഞാലും ദേശമംഗലം. അതിന്റെ 3 പിരിവുകളാണല്ലേ? ഒരേ ഇതിന്റെ തന്നെ 3 പിരിവുകളാണ്. ഓ ശരി 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 ശരി. പിന്നെ ഇവിടെ മുമ്പ് 2 ശ്ലോകം പറഞ്ഞില്ലേ? ആ ഒരു 2 പേരുടെ ആ ഒരു ധ്യാന ശ്ലോകങ്ങൾക്ക് ഒരു സങ്കല്പങ്ങൾ വ്യത്യാസമില്ലേ? മാടത്തിലപ്പൻ്റെ ശ്ലോകം: കുന്നിക്കും കുറയാതെ കുന്നിനു കുശമ്പേറും കുജമ്പേറിടും കുന്നിന്നന്തിനി കുന്തബാണനു കുലക്കേസൊന്നു പാസായതിൽ ഒന്നാം സാക്ഷിണി ആയ നീ കനിവിഴും വണ്ണം കടക്കണ്ണെടുത്തൊന്നെന്നേൽ പെരുമാറണേ പെരുവനത്തപ്പൻ്റെ തൃപ്പെൺകൊടി. ഇപ്പോൾ അത് കഴിഞ്ഞാൽ ഇരട്ടേപ്പൻ്റെ ചന്ദ്രോത്ഭാസിതശേഖരേ സ്മരഹരേ ഗംഗാധരേ ശങ്കരേ സർപ്പൈർഭൂഷിതകണ്ഠകർണവിവരേ നേത്രോത്ഥവൈശ്വാനരേ ദ്വന്ദ്വിത്വകൃതസുന്ദരാംബരധരേ ത്രൈലോക്യസാരേ ഹരേ മോക്ഷാർത്ഥം ഗുരുവാക്യതേ ഭജ ഭജ ശ്രീപാർവതീ വല്ലഭം. ശിവപാർവതി സങ്കല്പമാണോ ഇവിടെ? അതോ അർദ്ധനാരീശ്വര സങ്കല്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതില്ല. ശിവനും വിഷ്ണുവും കൂടിയത് ഇരട്ടേപ്പൻ, അല്ലെങ്കിൽ വിഷ്ണുവും ശിവനും കൂടിയാൽ ഇരട്ടേപ്പൻ. അങ്ങനെയാണല്ലേ? ശങ്കരനാരായണൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ശങ്കരനാരായണൻ്റെ പൂജയല്ല ഇവിടെ ചെയ്യണം. ഇവിടെ ശിവനുള്ള പൂജയാണ് ചെയ്യണം. ഓഹോ. ഇനി അതുപോലെ തന്നെ പാർവതി ബഹുവേരായിട്ടുള്ള പ്രതിഷ്ഠയല്ലേ? പാർവതി ബഹുവേരായിട്ടുള്ള പ്രതിഷ്ഠയല്ലേ? പുറകിൽ ദാരുവില്ലേ പാർവതിക്ക്? അതുണ്ട്. പിന്നെ ഇവിടെ ഒരു പേരില്ലാമരം ഉണ്ടല്ലോ, അത് ഏതാണ്? പേരില്ലാമരം ഈ കാണുന്നതാണോ? ഇത്. ഓഹോ ഹോ. എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ? അതങ്ങനെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ചിലക്കിൽ അതിൻ്റെ പേരൊന്നും പറയാറിയില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. അത് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അങ്ങനത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ട്, അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് ഈ വല്ലച്ചിറ ഔണാവെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ അടുത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ ഇതേ മരം തന്നെ അല്ലേ? ഇതേ മരം തന്നെ. ഇതേ മരം നോക്കിയണ്ട, ചിലതിൻ്റെ പേര് പറയാൻ അറിയില്ല, അതാണ്. ഓ ശരി. അപ്പോൾ അതിന് ഒരു പേര് കൊടുത്തു, പേരില്ല മരം. അല്ലാണ്ട് ഇപ്പം എന്താ പറയാ? ശരിയാണ്. അതിന് ക്ഷേത്രാചാരമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ആ വൃക്ഷത്തിന്? ഇല്ല, ഒന്നുമില്ല അല്ലേ? പിന്നെ ഇവിടെയുള്ളത് ഗോശാല കൃഷ്ണനാണല്ലേ? ഗോശാല കൃഷ്ണൻ. അവിടെ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? സാധാരണ കൃഷ്ണൻ്റെ അമ്പലത്തിലെ പോലെ, അത്രേ ഉള്ളൂ. സന്തോഷം. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാൻ മറന്നു. അതായത് ഇവിടെ ഈ പൂരത്തിന് നമ്മൾ എഴുന്നള്ളിക്കുമ്പോൾ പൂരത്തിന് വരുമ്പോൾ ഭഗവാന്മാർ 2 പേരും പുറത്തേക്ക് എഴുന്നള്ളുന്നില്ല അല്ലേ? ഇവിടുത്തെ ദേവന്മാർ എഴുന്നള്ളില്ല. പുറത്ത് പ്രദർശനമായിട്ട് ദേവന്മാർ വന്ന് പോവുകയുള്ളൂ. വരുന്നവരാണ് അത് നടത്തിപ്പോൾ. ഓ. ഇവിടെ ശിവരാത്രിക്ക് മാത്രമേ എഴുന്നള്ളിക്കുള്ളൂ. അത് ദക്ഷിണാമൂർത്തി ആണ് എഴുന്നള്ളിക്കണം. പിന്നെ പോയിട്ട് 2 ശിവൻ തന്നെയാണ്. അവിടെ ഒരു കുളങ്ങര തേവർ എന്ന് പറഞ്ഞൊരു ശിവുണ്ട്, അത് ഇവിടെ എഴുന്നള്ളിപ്പിനുണ്ട്. പിന്നെ കൈനില തേവർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ശിവുണ്ട്, അത് ഇങ്ങോട്ട് വരും. കുളങ്ങര തേവരും വരും, കൈനില തേവരും വരും. ഇവിടെ ദക്ഷിണാമൂർത്തി. ശിവരാത്രിക്ക് ഇവിടെ എഴുന്നള്ളിപ്പുണ്ട്. അല്ല, ഇരട്ടേപ്പം പുറത്തേക്ക് എഴുന്നള്ളുന്നുണ്ടോ? ഒരിക്കലും മാടത്തിലപ്പനും പുറത്തേക്ക് ഇറങ്ങണില്ല. ഓ, ഒരിക്കലും ഇല്ല. ഓഹോ, ശരി. ആ പുറത്തേക്ക് ഇറങ്ങല് ദക്ഷിണാമൂർത്തിയാണ് ചെയ്യണേ. ശരി. സന്തോഷം. അങ്ങയുടെ പേരെന്താ പറഞ്ഞേ? എൻ്റെ പേര് ഗണേശൻ നമ്പൂതിരി. ഇല്ല പേര്? കരോളിൽ എളമണ്ണ. ശരി. സന്തോഷം. അതെന്താ ഈ ചേർപ്പൂതി ഇതിലേ പോകില്ല എന്ന് പറയണേ? ചേർമ്പതിൽ ഊരകത്തമ്മ പോണത് പണ്ട് ഇതിലെ ശിവൻ തോട്ടിയിട്ട് വലിച്ചു എന്നാണ് ഒരു കഥ പറയുന്നത്. ആ കഥ പറയണത് അമ്മ അതിലേ പോയപ്പോൾ 4 മൂലയിൽ നിന്നും ഭഗവാൻ തോട്ടിയിട്ട് വലിച്ചു എന്നാണ് പറയണത്. അതുകൊണ്ട് അമ്മ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങൾ വരില്ല, ഞാൻ വേറെ വഴി കൂടി വരുള്ളൂ. എൻ്റെ പ്രതീക്ഷണ വഴി കൂടി ഇല്ലാണ്ട് അമ്മ ഈ അലിഞ്ഞിച്ചോട് കൂടി ഈ വഴി കൂടി ഇങ്ങനെ പോവുക, ഇങ്ങനെ ഊരകത്തേക്ക് ഇറങ്ങിപ്പോവും. വരുന്നതും അങ്ങനെ തന്നെ, പോണതും അങ്ങനെ തന്നെ. ചേർപ്പൂതിക്കും പ്രദക്ഷിണ വഴിയുണ്ട്. പക്ഷെ അവര് ചേർമ്പകോതിയുടെ പൂരം വരെ കാക്കില്ല. ഊരകത്തമ്മത്തിലൂടെ അമ്മത്തിലൂടെ വേഗം പോവും. ഊരകത്തമ്മ ചേർമ്പകോതിയുടെ പൂരം അവിടെ വരുന്നതെന്ന് വെച്ചാൽ തിരാട് നീങ്ങി നിന്നിട്ട് അമ്മ പോയതിന് ശേഷമേ ഊരകത്തമ്മ പൂരത്തിന് വരുള്ളൂ. ശരി. പെരുവനം ഇത് വെറുമൊരു മണ്ണല്ല, ആയിരക്കണക്കിന് വർഷങ്ങളുടെ പുരാവൃത്തം പേറുന്ന ഒരു മഹാഗ്രാമത്തിൻ്റെ ഹൃദയമാണ്. 32 നമ്പൂതിരി ഗ്രാമങ്ങളിൽ അഗ്രഗണ്യമായിരുന്ന കടലോളം പരന്നു കിടന്നിരുന്ന ആ പഴയ പെരുവനത്തിൻ്റെ പ്രതാപം
ഇന്നും ഈ ക്ഷേത്രമതിൽക്കെട്ടുകൾക്കുള്ളിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. കലിസംഖ്യകൾ പൊരുൾ ചൊല്ലിയ 1444 വർഷം മുൻപ് തുടങ്ങിയ ആ പൂരപ്പെരുമ പിൽക്കാലത്ത് സാമൂതിരിയും കൊച്ചിയും തിരുവിതാംകൂറും ഒരുപോലെ കാത്തു സൂക്ഷിച്ച പാരമ്പര്യമായി മാറി. നടവഴിയിലെ ആ 5 കാലങ്ങളിലുള്ള പഞ്ചാരിമേളം അവസാനിക്കുമ്പോൾ ഭഗവതിമാർ ആറാട്ടുകടവിലേക്ക് നീങ്ങുമ്പോൾ ഒരു പൂരക്കാലം കൂടി ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. ആറാട്ടുപുഴ തേവർക്കൊടി പടിയിറങ്ങുന്നതോടെ പെരുവന നടവഴിയിൽ ശാന്തത പടരുമെങ്കിലും ഓരോ പൂരപ്രേമിയുടെയും ഉള്ളിൽ ആ താളപ്പെരുക്കം നിൽക്കുന്നില്ല. ഒരു പുരുഷായുസിൽ ഒരിക്കലെങ്കിലും കാണേണ്ട, അനുഭവിക്കേണ്ട ഒന്നു തന്നെയാണ് ഈ ദേവസംഗമം. ഇത് പൂരങ്ങളുടെ മാതാവായ പെരുവനത്തിൻ്റെ നിത്യസത്യമാണ്. ഈ പുണ്യഭൂമിയിലെ ഓരോ മണൽത്തരിക്കും പറയാനുള്ളത് 1000 ആണ്ടുകളുടെ അതിജീവനത്തിൻ്റെ കഥയാണ്. ആ കഥകൾ ഇനിയും തുടരും. ഇരട്ടയപ്പൻ്റെ തണലിൽ മേളപ്പെരുമയുടെ താളത്തിൽ.